Good morning, all. Good morning, ma'am. Good morning, ma'am. Okay, good morning. Class. Okay, then okay. നമ്മള് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ചാപ്റ്ററിന്റെ പേര് നോക്കാം ആദ്യം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലേ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളും അതിൽ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ദെൻ അവിടെ എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങള്, എന്നാൽ മാക്സിമം നമുക്ക് നമ്മൾ തന്നെ നിങ്ങളുടെ റെസ്പോൺസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കാരണം ഇതൊരു പോയിന്റ് വൈസ് ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ സ്വയം നമ്മുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങൾ എല്ലാം വരുമ്പോഴും നമ്മളെല്ലാവരും ഹോസ്പിറ്റലിനെ ആശ്രയിക്കാറുണ്ട് അല്ലെ. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഹോസ്പിറ്റലും മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിൽ നമ്മൾ പറയുമ്പോഴും ഇതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ജനറൽ ടോപ്പിക് ആയിട്ട് തന്നെ വേണം ഈ ഒരു ചാപ്റ്റർ എടുത്തു പോകാൻ. സോ അല്ലെങ്കിൽ പോയിന്റ് വൈസ് ആയിട്ട് അങ്ങനെ പഠിക്കാൻ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രീവിയസ് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതനുസരിച്ച് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു പോകാം. ചിലപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നിയേക്കാം. അതെല്ലാം നമ്മൾ നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ വെച്ചിട്ട് സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മൾ ഇതിന് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആദ്യം ഹെഡിങ്ങിലോട്ട് കടക്കാം. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉദ്ദേശിക്കുന്നത്? സാറ്റിസ്ഫാക്ഷൻ എന്ന മലയാളത്തിൽ എന്താ പറയാ നമ്മള്? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? മലയാളത്തിൽ എന്താ പറയാ നമ്മള്? സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കാറില്ലേ? എന്ത് സാറ്റിസ്ഫാക്ഷൻ? സംതൃപ്തി. ഇവിടെ പറയുന്നത് പേഷ്യന്റിന്റെ സംതൃപ്തി, തൃപ്തിപ്പെടുത്തുക. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, സംതൃപ്തി അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുക. അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവിടെ ആരൊക്കെയാണുള്ളത്? മെയിൻ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങളുടെ ആശയങ്ങളാണ് കൂടുതലും എനിക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ വേണ്ടത്. എന്തൊക്കെ? ഡോക്ടർ ഉണ്ട്. വേറെ ആരൊക്കെയുണ്ട് ഹോസ്പിറ്റലിൽ? ഒരു മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സ്, സ്റ്റാഫ്. വേറെ ആരുമില്ല. ഡോക്ടറും നേഴ്സും സ്റ്റാഫും മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് പേഷ്യന്റ് മറ്റ് ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാകാം, സപ്പോർട്ടിംഗ് സ്റ്റാഫുകള്, ടെക്നീഷ്യൻസ് അല്ലെ, അങ്ങനെയുള്ള ഒത്തിരി സ്റ്റാഫുകളുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സ് ഉണ്ട്, ടെക്നീഷ്യന്മാരുണ്ടാവും. ലബോറട്ടറിയിലും എക്സ്റേയിലും സ്കാനിങ്ങിലും അങ്ങനെ ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, പേഷ്യൻസ്, ഇവരെല്ലാം ഒന്ന് ചേരുന്നതാണ് PRO, പിന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ. ഒത്തിരി ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഫോം എന്ന് തന്നെ നമുക്ക് ഹോസ്പിറ്റലിനെ പറയാം അല്ലേ. എങ്കിലും ഇത്രയും ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് ഫാക്ടറിനാണ് ഹോസ്പിറ്റലിൽ? നിങ്ങൾ പറഞ്ഞല്ലോ എക്സാമ്പിള് ഓരോ ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഫാക്ടർ ഏതാണ്? പേഷ്യൻസ്. എല്ലാവരുടെ അഭിപ്രായം പേഷ്യൻസ് തന്നെയാണോ? ആണോ? ഓക്കെ, യെസ് അല്ലെ. നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പേഷ്യന്റിനാണ് എപ്പോഴും അല്ലെ. പേഷ്യന്റ് ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് അല്ലെ. പേഷ്യന്റ് ഇല്ലെങ്കിൽ ഡോക്ടേഴ്സും നേഴ്സും ടെക്നീഷ്യന്മാരും മാത്രമായാൽ ഒരു ഹോസ്പിറ്റലിൽ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. പേഷ്യന്റ് ആണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ പേഷ്യൻസിന്റെ സംതൃപ്തി, അതായത് എങ്ങനെയാ പേഷ്യന്റിന് സംതൃപ്തി ലഭിക്കുന്നത്? ക്വാളിറ്റി സർവീസിലൂടെ കൊടുക്കാം. വേറെ എന്തെല്ലാം രീതിയിലാണ് പേഷ്യന്റിനെ സംതൃപ്തിപ്പെടുത്തുന്നത്?
നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാം അല്ലെ, നല്ലൊരു പരിചരണം കൊടുക്കാം, നല്ലൊരു കെയർ കൊടുക്കാം, ട്രീറ്റ്മെന്റ്സ് കൊടുക്കാം, ദെൻ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാം എന്നതിലൂടെയൊക്കെയാണ് നമ്മൾ പേഷ്യന്റിനെ സംതൃപ്തിപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ഒരു ചാപ്റ്ററിലൂടെ നോക്കാൻ പോകുന്നത് ഏതെല്ലാം രീതിയിൽ പേഷ്യന്റിനെ നമുക്ക് സംതൃപ്തിയാക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് കണ്ടെത്തുന്നത്, മോണിറ്റർ ചെയ്യലാണ് കണ്ടെത്തുക. ദെൻ ഇനി എന്തെങ്കിലും പോരായ്മകൾ പേഷ്യൻസിന് ഉണ്ടോ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനിലെ കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിലൂടെ പഠിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയോ? ജസ്റ്റ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് മാത്രം ഒരെണ്ണം പറഞ്ഞത്. ഓക്കെ, ദെൻ നോക്കാം. ഇത് നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കാം ഈ ഒരു ചാപ്റ്ററിന്റെ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും ഇൻട്രൊഡക്ഷനിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു 1 പേജോളം ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോ എല്ലാ കാര്യങ്ങളിലും മെയിൻ ആയിട്ട് പറയുന്നത് 3 പാരഗ്രാഫ് ആയിട്ടാണ്, 4 പാരഗ്രാഫ് ആയിട്ടാണ് ഇൻട്രൊഡക്ഷൻ തന്നെ തന്നിരിക്കുന്നത്. അത് കണ്ടാലും എനിക്കൊന്നും വേണ്ട, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ പാരഗ്രാഫ് ടീച്ചർ വായിച്ചിട്ട് അതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതനുസരിച്ച് മാർക്ക് ചെയ്ത് പോകാം. ഓക്കെ, ദെൻ നോക്കാം ഇൻട്രൊഡക്ഷൻ. Patient satisfaction is the comparative phenomenon which has been around since 1960s, but active research on the topic was started in the late 1970s and early 1980s. അല്ലെ, ഫസ്റ്റ് സെന്റൻസിൽ എന്താ പറയുന്നത്? ഇതേ ചില ഓരോ പോയിന്റ് എടുത്ത് പറഞ്ഞ മീനിങ് പറയാൻ പറ്റുന്ന ഒന്നല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വായിച്ചിട്ട് അതിന്റെ കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് ഒരു കമ്പാരിറ്റീവ് ഫിനോമിനൻ ആണെന്ന്, അതായത് ഒരു താരതമ്യ പ്രതിഭാസമാണെന്ന് അല്ലെ. പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് നോർമലി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. വിച്ച് ഹാസ് ബീൻ അറൌണ്ട് സിൻസ് 1960s, 1960 തുടങ്ങി നമ്മൾ ഇങ്ങനെ ഒരു ടേം നമ്മൾ പറയുന്നുണ്ടെന്ന്. എന്ത്? രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞൊരു ആശയം. But active research on topic was started in late 1970s and early 1980s. അപ്പോ 1960 മുതൽ ഇങ്ങനെയുള്ള ഒരു ആശയമുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ആക്റ്റീവ് റിസർച്ച്, അതിനെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ റിസർച്ചുകളോ പഠനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1970 1970s അവസാനത്തിലും 1980 സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിലുമാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇങ്ങനെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ആശയത്തെ കുറിച്ച് കൂടുതൽ പഠനങ്ങളും റിസർച്ചുകളൊക്കെ നടത്തി പോകുന്നത്. This led to the substitution of the idea of quantity of life by a more patient-centered concept of quality of life. അപ്പോ അതായത് ഇവിടെ പറയുന്നത് ജീവിതത്തിന്റെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ മീനിങ് എന്താ? ക്വാണ്ടിറ്റി മലയാളത്തിൽ എന്താ പറയാ? അളവ് അല്ലെ. ജീവിതത്തിന്റെ അളവ് എന്നതായിരുന്നു ഫസ്റ്റ് ഈ ഒരു ആശയത്തിന് പറഞ്ഞിരുന്നത് ആദ്യ കാലങ്ങളിൽ. ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ആയപ്പോൾ, അതായത് ഒരു 18 ഒക്കെ കഴിഞ്ഞു, 1980 ഒക്കെ കഴിഞ്ഞു, ഒരു 2000 ഒക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി പേഷ്യന്റ് സെൻട്രിക് ആയിരുന്നു. പേഷ്യന്റിന് നമ്മൾ കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തു തുടങ്ങി. ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നൊരു ആശയത്തിന് മാറി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാക്കി. ക്വാളിറ്റി എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ നിലവാരം എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നു എന്ന് ജസ്റ്റ് അത് പറയുകയാണ്. ഇങ്ങനൊരു ആശയം ഉണ്ടായിരുന്നു. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് 96 തുടങ്ങിയിട്ട്, പക്ഷെ അത് കുറച്ചും കൂടി ഡെവലപ്പ് ആയത് 1970 അവസാനത്തിലും 1980-ലുമാണ്. സോ ആദ്യ കാലഘട്ടങ്ങളിൽ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ഒരു ആശയമാണ് ആദ്യം പറഞ്ഞത്. ദെൻ വീണ്ടും കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടി പേഷ്യന്റ് സെൻട്രിക് ആക്കി തുടങ്ങി. അതായത് പേഷ്യന്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കൊടുത്തു തുടങ്ങി. പ്രാധാന്യം കൊടുത്തപ്പോ നമ്മൾ ആ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നത് മാറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നതാക്കി. ഓക്കെ, then patient satisfaction incorporates patient perceived requirement, his expectation from health system and experience of healthcare. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഒരു രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് രോഗിക്ക് സംതൃപ്തി ആകുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് സംതൃപ്തിപ്പെടുന്നത്? ഏതെല്ലാം രീതിയിലാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് ഒരു രോഗി?
ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത് കെയർ അല്ലെ, പരിചരണത്തിലൂടെയും നല്ലൊരു ട്രീറ്റ്മെന്റ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ്സിലൂടെയൊക്കെയാണ്. നോക്കാം കണ്ടോ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻകോർപ്പറേറ്റ് ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ഹെൽത്ത് സിസ്റ്റം. അവന്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യും അല്ലെ. ഇപ്പൊ നിങ്ങളിപ്പോ എക്സാമ്പിൾ പറയാണ്, നിങ്ങളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോണെയാണ്, നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്താണ് എക്സ്പെക്ടേഷൻ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഡോക്ടറെ കാണുന്നു, ഡോക്ടർ തരുന്ന ട്രീറ്റ്മെന്റ്സും അതുപോലെ തന്നെ മെഡിസിൻ ഒക്കെ കഴിക്കുമ്പോ എന്റെ രോഗം ഭേദമാകും അല്ലെ. അതാണ് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ അല്ലെ. ആണോ, നല്ല പരിചരണം എനിക്ക് ലഭിക്കും അല്ലെ, അല്ലെങ്കിൽ നല്ലൊരു കെയർ എനിക്ക് ഡോക്ടറിൽ നിന്ന് ലഭിക്കും. സോ എന്റെ അസുഖം അവിടെ പൂർണ്ണമായിട്ടും ഭേദമാകും. അതാണ് ഒരു പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സോ ഹിസ് എക്സ്പെക്ടേഷൻ ഫ്രം ഹെൽത്ത് സിസ്റ്റം, ആ ഹെൽത്ത് കെയറിൽ നിന്നും അവന് ലഭിക്കുന്ന എക്സ്പെക്ടേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, അവന്റെ അനുഭവം അല്ലെ, അവന് നല്ല പരിചരണം ലഭിച്ചോ, നല്ല ക്വാളിറ്റി കെയർ ലഭിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള അവന്റെ ഹെൽത്ത് കെയറിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, ഇതിനെയാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അവന് അവിടെ ലഭിക്കുന്നത്, അവന്റെ എക്സ്പെക്ടേഷനിലൂടെ അവന് ലഭിക്കുന്നത് നല്ലൊരു കെയർ ആണോ, അവന്റെ അനുഭവങ്ങൾ, ഹോസ്പിറ്റലിൽ കിടന്നു അല്ലെങ്കിൽ നല്ല പരിചരണമാണോ അവർക്ക് ലഭിച്ചത്, നഴ്സസിന്റെ ഭാഗത്തു നിന്നും ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നെല്ലാം നല്ല പരിചരണമാണോ ലഭിക്കുന്നത്, അതാണ് ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഓക്കെ, this multi-dimensional concept consists of both medical and non-medical aspects of healthcare. Multi-dimensional concept, എന്താ multi-dimensional എന്ന് പറഞ്ഞാല്? മൾട്ടി ഡയമെൻഷണൽ, അതായത് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ പല രീതികളിലും അല്ലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ളത്. മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ബോത്ത് മെഡിക്കൽ പരമായിട്ടും നോൺ മെഡിക്കൽ പരമായിട്ടുള്ള അവന്റെ സംതൃപ്തി. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ പരമുണ്ട്, നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് നോൺ മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. മെഡിക്കൽ ആസ്പെക്ട്സ് എന്ന് വെച്ചാല് ചികിത്സ അല്ലെ, ട്രീറ്റ്മെന്റും കെയർ ഒക്കെ നൽകുക. നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാ നമുക്ക് വരാം? ഡയറ്ററി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഫെസിലിറ്റികൾ അല്ലെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പറയാം, എക്യുപ്മെന്റ്സുകൾ എങ്ങനെയാണ് അല്ലെ, അപ്പോ ദെൻ അവിടുത്തെ ഹൈജീൻ, ഇതിനെല്ലാം നമുക്ക് നോൺ മെഡിക്കൽ ആസ്പെക്ട്സിലും പറയാം. കാരണം ഇതിൽ നിന്നെല്ലാം അവൻ സംതൃപ്തിയാണോ, അതാണ് പേഷ്യന്റിന്റെ ഒരു സംതൃപ്തി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് എന്താണ് സംതൃപ്തി എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ. വേറെ അധികം ഒന്നും പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കാം ഓരോ കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലാക്കി വായിക്കാം. അർത്ഥം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കൂടുതലായിട്ട് അതിനകത്ത് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഇങ്ങനെ ഒന്നുമില്ല. എങ്ങനെയാണ് സംതൃപ്തി എന്നുള്ളത് അത് മനസ്സിലാക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഓക്കെ ആണോ? വായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. ഇത് ഇൻട്രൊഡക്ഷൻ തന്നെ
പാരഗ്രാഫ് തിരിച്ച് പറഞ്ഞിരിക്കുകയാണേ, കുറച്ചധികം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. Patient satisfaction, patient satisfaction is a measure of extent to which a patient satisfied with the health care. Health care വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് തുടങ്ങി ഹെൽത്ത് കെയർ വരെ അണ്ടർലൈൻ ചെയ്യാം. നോക്കാം. Patient satisfaction is measure of extent to which a patient is satisfied with the health care which they got from their health care provider. അതായത് രോഗിയുടെ ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഓർ ഹെൽത്ത് കെയർ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ ആരെല്ലാമാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആരൊക്കെയാണ്? ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആകാം, സ്റ്റാഫുകളാകാം. സോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയറിൽ നിന്നും അവന് ലഭിക്കുന്ന അവന്റെ ഒരു പരിചരണം അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന ആരോഗ്യ സംരക്ഷണത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നതാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. വീണ്ടും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഹെൽത്ത് കെയറിൽ നിന്നും അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും അവന് ലഭിക്കുന്ന അവന്റെ അനുഭവമാണ് അവന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഹെൽത്ത് കെയർ വരെ അണ്ടർലൈൻ ചെയ്താൽ മതി. ചെയ്തോ? ഓക്കെ. Patient satisfaction is concerned with how patient access the quality of their healthcare experience. പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് അവന്റെ കെയർ പരിചരണത്തിലുള്ള ക്വാളിറ്റി, ഗുണനിലവാരമുള്ള ഒരു പരിചരണത്തിൽ അവന്റെ അനുഭവമാണെന്ന്. നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കുക, ആ കെയറിൽ നിന്നുള്ളവന്റെ അനുഭവമാണ് എന്താ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കട്ടെ അല്ലെ, അപ്പൊ ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 5 ഡേയ്സോ അഡ്മിറ്റ് ആയി. അപ്പോഴാണ് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ കെയർ എങ്ങനെയാണ്, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമ്മളോടുള്ള പെരുമാറ്റം ക്വാളിറ്റി ആയിട്ടുള്ള കെയർ ആണോ, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ അല്ലേ. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇത്ര ദിവസം കിടന്ന് അഡ്മിറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് അല്ലെ. ഓരോ ഹോസ്പിറ്റലിലും ഇപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അനുഭവത്തിൽ ഇങ്ങനെ അഡ്മിറ്റ് ആകുമ്പോൾ അറിയാൻ പറ്റും, ചിലപ്പോൾ നല്ല പരിചരണമൊക്കെ എത്തും, ചിലപ്പോൾ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇല്ലേ, ആണോ അല്ലെ. ചിലവർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നും നഴ്സസിന്റെ ഭാഗത്ത് നിന്നും എല്ലാ തരത്തിലായിട്ടുണ്ടെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിക്കൊള്ളണമെന്നില്ല അല്ലെ, പലവർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അവന്റെ ഒരു എക്സ്പീരിയൻസ്, പേഷ്യന്റിന്റെ ഹെൽത്ത് കെയറിൽ നിന്നുള്ള എക്സ്പീരിയൻസ്, അതാണ് അവർക്ക് സംതൃപ്തി എന്ന് പറയുന്നത്. ഗുഡ് എക്സ്പീരിയൻസിലാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഓർ ബാഡ് എക്സ്പീരിയൻസിലാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഡോക്ടേഴ്സിന്റെ പരിചരണമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, മെഡിസിൻ എല്ലാം ഇല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? ഇല്ല, ഒരിക്കലും അല്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഓക്കെ, നോക്കാം. It is increasingly being evaluated in surveys of healthcare settings as a maker of quality care, together with other dimensions of quality like access, relevance to requirements, effectiveness and efficiency. അപ്പോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഹെൽത്ത് കെയർ സെറ്റിംഗ്സിന്. അതായത് ആ ഒരു നമുക്ക് തരുന്ന സേവനങ്ങളെയൊക്കെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് വിലയിരുത്തേണ്ടത്. റെലവൻസ് ടു റിക്വയർമെന്റ്സ്. റെലവൻസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രസക്തി. നമ്മളുടെ ആവശ്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടോ അല്ലെ. പേഷ്യന്റിന്റെ നീഡാണ് അവിടെ നോക്കേണ്ടത്. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ നമുക്ക് അതിനുള്ള സേവനങ്ങൾ ചെയ്ത് തരുന്നത്. സോ റിലവൻസ് ഓഫ് റിക്വയർമെന്റ്സ്, നമ്മുടെ ആവശ്യങ്ങളുടെ പ്രസക്തി അവിടെ ചെയ്യുന്നുണ്ടോ, നമ്മളുടെ നീഡ്സ് അവിടെ സാധ്യമാക്കുന്നുണ്ടോ. ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു കെയർ ആണോ, പരിചരണങ്ങളാണോ നമുക്ക് നൽകുന്നത്, ഇതിനെയെല്ലാം നമുക്ക് വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്ന്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? രണ്ടാമത്തെ പാരഗ്രാഫ് വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാത്തിലും മെയിൻ ആയിട്ട് പറയുന്നത് പേഷ്യന്റിന്റെ സംതൃപ്തി എന്നൊരു ആശയമാണ്. അവന് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ പേഷ്യന്റ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, വായിച്ചു നോക്കാം. സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിലും വായിക്കുന്നതിനോടൊപ്പം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം.
കംപ്ലീറ്റ് ചെയ്തോ സെക്കൻഡ് പാരഗ്രാഫ്? ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ നോക്കാം. Patient satisfaction is a vital metric to scale overall healthcare quality. Underline ചെയ്യാം. Patient satisfaction is a vital metric to scale overall healthcare quality. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെ ആൻസർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. ഓക്കെ, അപ്പോ ഇതിൽ മൊത്തം പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ളത് പല പല ആശയങ്ങളായിട്ട് പറയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും പറയുന്നത്. കുറച്ച് ബോറുണ്ടോ? കുഴപ്പമില്ല കേട്ടോ, നോക്കാം. പേഷ്യന്റിന്റെ സംതൃപ്തിനെ പല രീതിയിലായിട്ട് പറയുന്നതാണ്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി, ടോട്ടൽ ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണത്തിന്റെ ആ ഒരു നിലവാരം. വൈറ്റൽ മെട്രിക് എന്ന് വെച്ചാൽ ഒരു നിലവാരം, അളവ് എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റിയുടെ നിലവാരം അളക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം എല്ലാ ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും നഴ്സസിന്റെ ഭാഗത്തു നിന്നും അതർ നമ്മളെ ഫിസിക്കൽ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് ഓവറോൾ ആയിട്ടുള്ള എല്ലാത്തിന്റെയും ഒരു അളവാണ് അല്ലെ. നമ്മൾ എത്രത്തോളം ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു ഗുണനിലവാരം അളക്കുന്നതിനുള്ള ഒരു അളവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാൻ സാധിക്കുന്നത് അല്ലെ. നമ്മൾ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. സർവേ എന്താണെന്ന് അറിയാലോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സർവേ നടത്താൻ പോയില്ലേ നിങ്ങള്? ഒരു 10 വീടുകളിൽ പോയിട്ട് സർവേ നടത്താനൊക്കെ തരും. ഡ്യൂട്ടി വെക്കേഷൻ ടൈമിലൊക്കെ തരുന്ന വർക്കായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അല്ലേ. ആദ്യകാലം പണ്ടൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഒരു 5, 6 പഠിക്കുമ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ തരും അല്ലെ സർവേ നടത്താൻ. ഒരു 10 വീട് 20 വീടൊക്കെ സെർച്ച് ചെയ്തിട്ട് പോയിട്ട് കുറച്ച് ക്വസ്റ്റ്യനെയർ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ വീടുകളിൽ ചെന്നിട്ട് നമ്മള് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യനെയർ ഒക്കെ ആയിരിക്കും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ടോ? അങ്ങനെ വീടുകളിൽ പോയിട്ട് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ചുറ്റുപാടുള്ള ഒരു 10 പേരുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടാകും അല്ലെ. ചിലപ്പോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മലിനീകരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും ചെല്ലുന്നത് അല്ലെ. അപ്പൊ അവിടെ കുടിവെള്ള സ്രോതസ്സുകളുണ്ടോ, കിണറുണ്ടോ, കുളമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ടിക്ക് മാർക്ക് ഒക്കെ ചെയ്തിട്ട് നമ്മൾ തന്നെ ആൻസർ ഒക്കെ ചെയ്യും. വീട്ടിലെ കുടുംബങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നമ്മളുടെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പോ നമ്മൾ സർവേക്ക് നടത്തും. അപ്പൊ ഇവിടെയും പറയുന്നത് ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് നമുക്കൊരു സർവേ നടത്താനാണ്. സർവേ നടത്തുന്നതിലൂടെ ആ സർവേയിൽ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. ഡോക്ടേഴ്സിന്റെ അനുഭവം എങ്ങനെയാണ്, നഴ്സസിന്റെ അനുഭവം, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള ഒരു സർവേ നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുള്ളേ. അപ്പൊ നമ്മൾ അങ്ങനെ സർവേ ഒക്കെ നടത്തുമ്പോഴും നമുക്ക് അതിലൂടെ പേഷ്യന്റ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയാൻ പറ്റും. എല്ലാ സർവേയും റിപ്പോർട്ടും ഒരേപോലെ ആയിരിക്കുമോ? ഒരു പേഷ്യന്റ് ടിക്ക് ചെയ്തതുപോലെ ആയിരിക്കുമോ അടുത്ത പേഷ്യന്റ് ടിക്ക് ചെയ്തത്? ഓരോരുത്തരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും അല്ലെ. നമ്മൾ സർവേ ഒരാളുടെ കോപ്പി അടിച്ചിട്ടാണോ സർവേ എഴുതുന്നത്? അല്ല അല്ലെ. ഓരോരുത്തരുടെയും അവനവന്റെ ഹിസ്റ്റോൺ എക്സ്പീരിയൻസ് ആണ് എഴുതുന്നത് അല്ലെ. അവനവന്റെ എക്സ്പീരിയൻസ് ആണ് അവർ എഴുതുന്നത്. സോ ഇങ്ങനെ നമ്മൾ സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ സർവേയിലൂടെ അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് ഹോസ്പിറ്റലിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കാം. With the help of patient satisfaction surveys, continuous measuring of patient satisfaction and enhancing patient experience can achieved അല്ലെ. പേഷ്യന്റിന്റെ അനുഭവം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സർവേയിലൂടെ. അല്ലെങ്കിൽ നമ്മൾ ഓരോ പേഷ്യന്റ് എടുത്ത് പോയിട്ട് ചോദിക്കുമ്പോൾ എത്ര ടൈം എടുക്കും അല്ലെ? നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? അങ്ങനെ എല്ലാ മുകളിലൊക്കെ പേഷ്യൻസിനോട് പോയി ചോദിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവേസ് നടത്തുന്നത്. അപ്പൊ സർവേയുടെ ക്വസ്റ്റ്യനെയർ അവർക്ക് കൊടുക്കും. ചിലപ്പോൾ പേഷ്യന്റ് തന്നെ ടിക്ക് ചെയ്തിട്ട് അത് കേൾപ്പിക്കും. ദെൻ അതിൽ നിന്ന് അവർ ഫീഡ്ബാക്ക് എടുക്കും അല്ലെ. എത്രത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ? അതുപോലെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ ഇതുപോലെ ചില ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എഴുതിക്കാറുണ്ട്. എഴുതിയിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഉണ്ടോ? ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് ചെയ്തിരിക്കും ക്ലാസ് ടൈമില്. ഒരു പേപ്പർ എടുക്കാൻ, ചിലപ്പോൾ ഒരു പേപ്പറും പേനയും എടുക്കാൻ പറയും അല്ലെ. പെട്ടെന്ന് അതുകൊണ്ട് പേപ്പറും പേനയും എടുക്കാൻ പറയും. ദെൻ നിങ്ങളുടെ പേരൊന്നും എഴുതുന്ന ഫീഡ്ബാക്ക് എഴുതാൻ പറയും. ടീച്ചറിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക്, ടീച്ചറിന്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അല്ലെ. അപ്പൊ ഫീഡ്ബാക്കില് എല്ലാ സ്റ്റുഡൻസും ഒരുപോലെ ആയിരിക്കും എഴുതുന്നത് ആണോ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എഴുതുന്നത്? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിന്റെ അഭിപ്രായം നോക്കിയിട്ടാണോ നിങ്ങൾ എഴുതുന്നത്? അല്ല.
അല്ലെ? നമുക്ക് വ്യത്യസ്തങ്ങളായിരിക്കും. ചിലവർക്ക് അത് ടീച്ചറിന്റെ എല്ലാ സബ്ജക്റ്റും എടുക്കുന്നത് നോക്കിയായിരിക്കും. ചിലവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവും. സോ ടീച്ചർ എന്ത് ചെയ്യും? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടീച്ചർ അത് വെറുതെ വാങ്ങിച്ചു വെക്കുകയാണോ ചെയ്യുന്നത്? ഫീഡ്ബാക്ക് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചുമ്മാ ഒരു ടൈം പാസിന് വേണ്ടി എഴുതിക്കുകയാണോ? ആണോ? അല്ല. ടീച്ചർ ഫീഡ്ബാക്ക് വായിച്ചു നോക്കിയിട്ട് ടീച്ചറിന്റെ പോരായ്മ എന്താണ്, അല്ലെ? എനിക്ക് എന്തെങ്കിലും ഞാൻ എടുക്കുന്നതിൽ കുറവുണ്ടോ, എന്തെങ്കിലും സ്റ്റുഡൻസിന് ഞാൻ മനസ്സിലാകാത്തതുണ്ടോ, അപ്പോ എനിക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് നിന്നും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ അനുഭവങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സർവേ നടത്താം. സർവേയിലൂടെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ എല്ലാ പേഷ്യന്റിനും ഒരു കാര്യം മാത്രമായിരിക്കും കുറച്ച് ഇതായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോ അവിടെ എന്താണ് പോരായ്മ ഉള്ളത്, ആ ഒരു ഏരിയയിൽ അവിടെ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യുന്നു. ഓക്കെ. It is a valuable tool to catch patient feedback without much effort. Underline ചെയ്യാട്ടോ. It is a valuable tool to catch patient feedback without much effort. വലിയ എഫേർട്ട് ഒന്നും കൂടാതെ തന്നെ നമുക്ക് പേഷ്യന്റിന്റെ എന്താണ് ഫീഡ്ബാക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇറ്റ് ഈസ് വാല്യുബിൾ ടൂൾ. ഏതാണ് വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത്? ഏതാണ് വാല്യുബിൾ ടൂള്? ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് വെറുതെ എഫേർട്ട് ഒന്നും വേണ്ട, നമ്മൾക്ക് ക്വസ്റ്റ്യൻ മാത്രം കൊടുത്താൽ മതി, അവർ തന്നെ ചെയ്തിട്ട് നമുക്ക് അവന്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ഏതാണ് ആൻസർ? ഏതാണ്? Dash is a valuable tool to catch patient feedback without. Patient feedback ആണോ ആൻസർ? ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്ന വാല്യുബിൾ ടൂൾ ഏതാണ്? എഫേർട്ട് ഒന്നും കൂടാതെ പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കാനായിട്ടുള്ള വാല്യുബിൾ ടൂൾ എന്ന് പറയുന്നത് ഏതാണ് ടൂള്? തൊട്ട് മുമ്പത്തെ സെന്റൻസ് വായിച്ചു നോക്കി. സർവേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അങ്ങനെ തന്നെയാണ് ആൻസർ. സർവേ എന്ന് മാത്രം പറയരുത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. കണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആയില്ലേ? It is a valuable tool to catch patient feedback without much effort. ഒരു എഫേർട്ട് കൂടാതെ. വല്ല ബുദ്ധിമുട്ടുണ്ടോ പേഷ്യന്റിന് നമുക്ക് സർവേ ക്വസ്റ്റ്യൻ കൊടുക്കുന്നതിന്? ഒരു ബുദ്ധിമുട്ടില്ല, അല്ലേ? എത്ര പേരുടെ വേണമെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ടൂൾ ആണെന്ന്. എന്തിനു വേണ്ടി? ഫോർ മച്ച് എഫേർട്ട് മീൻസ് പേഷ്യന്റ് ഫീഡ്ബാക്ക് എടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു ടൂൾ ആണ് എന്ത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, then നോക്കാം. Patient satisfaction was evaluated by questionnaire developed with the patients which gathered information about the time spent at appointment, travel costs and perceptions of quality of services, etc. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമ്മൾ ഒരു ക്വസ്റ്റ്യനെയർ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പേഷ്യൻസിന് കൊടുക്കുകയാണ്. അതിലൂടെ നമ്മൾ ഗ്യാതേർഡ് ഇൻഫോർമേഷൻസ്, ഗ്യാതേർഡ് മീൻസ് കളക്ട് ചെയ്യുന്നു, പേഷ്യൻസിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യനെയറിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇനി ആ ക്വസ്റ്റ്യനെയറിലേക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താമെന്ന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്പെൻഡ് അറ്റ് അപ്പോയിന്റ്മെന്റ്, എത്ര നേരം നിങ്ങൾ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അവിടെ ചെലവഴിക്കുന്നുണ്ട്. ദെൻ ട്രാവൽ കോസ്റ്റ് എങ്ങനെയാണ്. പെർസെപ്ഷൻസ് ഓഫ് ക്വാളിറ്റി കെയർ, നമ്മളുടെ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആ ഒരു പരിചരണത്തിലുള്ള സേവനത്തിലുള്ള നമ്മളുടെ എന്താ പറയാ അനുഭവങ്ങള് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ, അല്ലെ? ഇതൊക്കെയാണ്. ഇതിനെല്ലാം അടങ്ങുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ പറയാം, അല്ലേ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും ഈ ഒരു സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് സിമ്പിൾ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. അതിലൂടെ എന്താണോ പോരായ്മ അവിടെ നമ്മൾ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നാമത്തെ പാരഗ്രാഫ് ഓക്കെയാണോ? വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. രണ്ട് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തേർഡ് പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്യാം. ചെയ്യാത്തവരെ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഒന്ന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണ്, ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ്. ഓക്കെ,
കംപ്ലീറ്റ് ചെയ്തോ മൂന്നാമത്തെ പാരഗ്രാഫ്? ഓക്കെ, ക്ലിയർ ആണോ വായിച്ചിട്ട്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത പാരഗ്രാഫ് നോക്കാം കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആണ് കേട്ടോ. നോക്കാം. Patient satisfaction surveys are a vital way to scale how do your patients feel about their experience with your practice. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് വേ ആണ്. പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ് patient satisfaction survey എന്ന് പറയുന്നത്. Then satisfied patients are more probable to recommend your practice to others. Underline ചെയ്യാട്ടോ. Satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. അല്ലേ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് കുറച്ചും കൂടി നമ്മളുടെ അനുഭവം മറ്റുള്ളവർക്കും കൂടി, അതേഴ്സിനും കൂടി നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെ? ഇപ്പൊ നമ്മള് ഏതെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തു, നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയി ഡ്രസ് പർച്ചേസ് ചെയ്തിരിക്കണ്ടേ അല്ലേ? അപ്പൊ നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു ഡ്രസ്സ് നിങ്ങൾ വാങ്ങിച്ചു, ദെൻ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് ഓക്കെയാണ്, കളറൊന്നും പോകില്ല, ഫെയ്ഡ് ഔട്ട് ഒന്നും ആവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പറയും അല്ലേ, ഞാൻ ഇങ്ങനെ ഷോപ്പിൽ പോയി ഒരു ഡ്രസ്സ് എടുത്തിട്ടോ, നല്ലതാണ്, നമുക്ക് അത്ര റേറ്റ് ഒന്നും ഇല്ല, ദെൻ മെറ്റീരിയൽ ഒക്കെ ഓക്കെയാണ്, നമ്മള് വാഷ് ചെയ്തിട്ട് കളറൊന്നും പോയിട്ടില്ല കേട്ടോ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് നല്ലതാണെന്ന് ഓർത്ത് ആരും വാങ്ങിക്കേണ്ടെന്നാണ് വിചാരിക്കുന്നത്. റെക്കമെൻഡേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് അവിടെ നിന്ന് ലഭിച്ചത്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ആയാലും കുറെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു അസുഖത്തിന് വേണ്ടി പല പല ഡോക്ടേഴ്സിനെ മാറി കണ്ടിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ പോയി അവിടുത്തെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ദെൻ നഴ്സസിന്റെ സേവനങ്ങളും ക്വാളിറ്റി ആയിട്ടുള്ള പരിചരണം ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഫ്രണ്ട്സിനോട് പറയും ഇല്ലേ, ഇന്ന് ഡോക്ടറെ പോയി കണ്ടോളൂ, നല്ല ഡോക്ടറാണ് കേട്ടോ, നല്ല പരിചരണമാണ്, അല്ലെങ്കിൽ വലിയ അധികം നമുക്ക് കോസ്റ്റ്ലി ഒന്നും ആയില്ല, എങ്കിലും അസുഖമൊക്കെ പൂർണ്ണമായിട്ടും ഭേദമായി ഇല്ലേ? പറയാറുണ്ടോ അങ്ങനെ? നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കസിൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കൊടുക്കും ഇല്ലേ? കൂടെ പറയുന്നത് അത് തന്നെയാണ്. കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നല്ല സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നു. They are also less probable to file complaints. അവർ സംതൃപ്തരാണെങ്കിൽ അവർ ഫയൽ ചെയ്യുന്ന കംപ്ലൈൻസിന്റെ എണ്ണം കുറവായിരിക്കും. കംപ്ലൈൻസ് തന്നെ ഉണ്ടാവില്ല അല്ലേ? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടാവോ? ഉണ്ടാവില്ല അല്ലേ? നമ്മൾക്ക് എല്ലാത്തിലും ഇപ്പൊ നമ്മളുടെ ആവശ്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുണ്ടെങ്കിലും ഡോക്ടറിന്റെ സേവനങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിലും നമുക്ക് അവിടെ കംപ്ലൈൻസ് ഉണ്ടാവില്ല. സോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കംപ്ലൈൻസ് പൊതുവെ കുറവായിരിക്കും. Patient satisfaction is considered as one of the most important parameters of quality. അല്ലേ? അതായത് ഇമ്പോർട്ടന്റ് നമ്മള് പരിശീലനത്തിന്റെ ക്വാളിറ്റിയുടെ ഏറ്റവും കൺസിഡേർഡ് ആസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഗുണനിലവാരത്തിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആയിട്ട് കണക്കാക്കുന്നത് രോഗിയുടെ സംതൃപ്തിയാണെന്ന് അല്ലേ? ഏറ്റവും മുഖ്യസ്ഥാനം ആർക്കാണ്? ഹോസ്പിറ്റലിലെ പേഷ്യന്റിനാണ്. സോ അവന്റെ സംതൃപ്തിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The measurement of patient satisfaction is an important tool for research, administration and planning. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്ന്. എന്തിനെല്ലാം വേണ്ടി? റിസർച്ചുകൾ നടത്താനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ആസൂത്രണം ചെയ്യാൻ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ടും നമ്മള് എന്താണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ടൂൾ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തേക്ക് കേട്ടോ. മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ടൂൾ 4 എന്തിനെല്ലാം വേണ്ടിയിട്ടാണ്? റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. 3 പോയിന്റ് അണ്ടർലൈൻ ചെയ്താൽ മതി. റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. 4ാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? നാലാമത്തെ പാരഗ്രാഫ് ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? ഓക്കെ. ദെൻ അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ വീണ്ടും ഒരു 5 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ്. ഇൻട്രൊഡക്ഷൻ ഭാഗത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിട്ട് ഒരു 5 പോയിന്റ് ആക്കി പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് തന്നെയാണ് വീണ്ടും പറയുന്നത്. നമുക്ക് ആ പോയിന്റ് കൂടി നെക്സ്റ്റ് നോക്കാം. ഓരോ പോയിന്റ് കൂടി ആ പോയിന്റ് കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Client satisfaction is a decisive index for ascertaining the quality services and the way in which they are given by medical staff. Satisfaction with the physicians, nurses, equipment, housekeeping, billing, and food services are main determinants of overall satisfaction in hospitalized patients. Hospitalized patients എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിൽ കഴിയുന്ന ഇൻപേഷ്യന്റ് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ കഴിയുന്ന പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് എന്തെല്ലാം ഡിറ്റർമിനൻസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നോക്കി. ഫിസിഷ്യൻസ് അല്ലെ, അവരുടെ ഡോക്ടേഴ്സിന്റെ സേവനം, നഴ്സസ്, ദെൻ എക്യുപ്മെന്റ്, ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടോ, ദെൻ ഹൗസ് കീപ്പിംഗ് അതായത് ക്ലീനിങ്ങും അങ്ങനെയുള്ള സേവനങ്ങൾ എന്തിനാണ്, ബില്ലിംഗ്, ദെൻ ഫുഡ് സർവീസസ്, ഇതിനെല്ലാം ആശ്രയിച്ചിട്ടാണ് അവർ സംതൃപ്തിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. Then first sentence നോക്കാം. Client satisfaction is a decisive index. Index എന്ന് വെച്ചാൽ എന്താണ്? സൂചിക അല്ലെ? ക്ലയന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് തന്നെയാണ് കേട്ടോ. രോഗിയുടെ സംതൃപ്തി എന്നത് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെ, ക്വാളിറ്റി സർവീസ്, ഗുണനിലവാരമുള്ള ഒരു സേവനത്തിന്റെയും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന പരിചരണത്തിന്റെയും അവരുടെ ആ ഒരു കെയർ, പരിചരണത്തിന്റെ ഒരു സൂചികയാണ് എന്ത്? പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് അല്ലെ? മെഡിക്കൽ സ്റ്റാഫ് കൊടുക്കുന്ന, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകുന്ന പരിചരണത്തിന്റെ ആ ഒരു സൂചിക അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസസ്, ഗുണനിലവാരമുള്ള സേവനങ്ങളുടെ ഒരു ഇൻഡെക്സ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓർ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് കൂടെ നോക്കാം. The patient satisfaction is predominant importance in ensuring better quality on the way to total quality management. അതായത് രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് മികച്ച ഒരു ഗുണനിലവാരം അല്ലെ, എൻഷുറിംഗ് ബെറ്റർ ക്വാളിറ്റി, മികച്ച ഒരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രോഗിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു സേവനം ഉറപ്പാക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രോഗിയുടെ സംതൃപ്തിയെ കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ചെയ്യണം. Since the patient or customer is the one who decides the quality, who receives the goods and services, who persuades the other to accept it, who decide your market strategies, who provide correct feedback about performance of the hospitals and makes success of the program of total quality management. എന്താണ് പറയുന്നത്? പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പേഷ്യന്റിന് നമ്മൾ അവിടെ മുഖ്യ റോള് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു നഴ്സസും ഡോക്ടേഴ്സും അതുപോലെ തന്നെ എന്താണ് ടെക്നീഷ്യന്മാരും ഒത്തിരി സ്റ്റാഫുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മള് ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സിൻസ് ദ പേഷ്യന്റ്, കാരണം എന്താണ്? പേഷ്യന്റ് ഈസ് വൺ ഹു ഡിസൈഡ്സ് ദ ക്വാളിറ്റി. പേഷ്യന്റ് ആണ് അവിടുത്തെ ക്വാളിറ്റി തീരുമാനിക്കുന്നതെല്ലാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നത്. ഹു റിസീവ്സ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. പേഷ്യന്റ് ആണ് സേവനങ്ങള് മറ്റ് സർവീസസുകളും സ്വീകരിക്കുന്നത്. നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിയല്ലേ? ആണോ? നമുക്ക് നൽകുന്നതാണ് ആരാണ്? ഡോക്ടേഴ്സും നഴ്സും സ്റ്റാഫുകളാണ് നമുക്ക് ഹെൽത്ത് പരിചരണം നൽകുന്നത്. പരിചരണത്തിൽ നമ്മൾ സർവീസ് സ്വീകരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും പേഷ്യൻസ് അല്ലേ? സോ ഗുഡ്സ് തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ പരിചരണം സ്വീകരിക്കുന്നതും who pursues the other to accept it അല്ലെ? Pursuits എന്ന് വെച്ചാൽ എന്താ മീനിങ്? Pursuits
പ്രേരിപ്പിക്കുക, മറ്റുള്ളവർ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞില്ലേ, അതാരാണ് സജസ്റ്റ് ചെയ്യുന്നത്? ഡോക്ടേഴ്സ് ആണോ പറയുന്നത്? ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നല്ല സേവനം ഉണ്ടെന്ന് പറയാനുണ്ടോ? ഇല്ല, നമ്മളാണ്, പേഷ്യന്റ് ആണ്. നമ്മളുടെ അനുഭവത്തിലൂടെ നമ്മള് ഫ്രണ്ട്സിനും മറ്റും സജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിനാണ് ഈ പെർസ്യൂട്ട്സ്, പ്രേരിപ്പിക്കുക. മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് പേഷ്യന്റ് ആണ്. ഓർ അതർ ടു അക്സെപ്റ്റ് ഇറ്റ്, മറ്റുള്ളവരെ നിർദ്ദേശിക്കുന്നതും അതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതും. ദെൻ മാർക്കറ്റ് സ്ട്രാറ്റജീസ്, അതായത് പുറമേയുള്ള മറ്റ് മാർക്കറ്റ് തന്ത്രങ്ങളും, ഇതിനെല്ലാം നമ്മൾ സ്വീകരിക്കുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് അബൌട്ട് പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നതും പേഷ്യന്റ് ആണ്. ആൻഡ് മേക്ക് സക്സസ് പ്രോഗ്രാം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി മാനേജ്മെന്റിനെ സക്സസ് ആക്കുന്നതും പേഷ്യന്റ് ആണ്. അതിനാൽ തന്നെ പേഷ്യന്റ് ആണ് ഇമ്പോർട്ടന്റ് റോൾ ആയിട്ട് പറയുന്നത്. അതിനാൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഈ ഒരു രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എല്ലാം പേഷ്യൻസ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് റോള്. കാരണം എന്താണ്? പേഷ്യന്റ് ആണ് തീരുമാനിക്കുന്നത്, മറ്റുള്ളവരെ സജസ്റ്റ് ചെയ്യുന്നു, സർവീസസ് സ്വീകരിക്കുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതിനാൽ പേഷ്യന്റിന് ഒരു പ്രീഡോമിനന്റ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പേഷ്യന്റിന്റെ സംതൃപ്തിക്ക് നൽകുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. സെക്കൻഡ് പോയിന്റ് വായിച്ചു നോക്കുക, മനസ്സിലാക്കി വായിച്ചു പോയാൽ മതി കേട്ടോ. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാലോ, നമ്മളുടെ അനുഭവങ്ങളാണ് ഇതെല്ലാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലേ? ആണോ? ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, ആരും ഹോസ്പിറ്റലിൽ പോകാതൊന്നും ഇരിക്കുന്നില്ലല്ലോ. ചെറിയൊരു അസുഖമാണെങ്കിൽ പോലും നമ്മൾ പോകും. ഇതെല്ലാം നമ്മളുടെ അനുഭവങ്ങളാണ് അല്ലെ. നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് കൊടുക്കുന്നതും എല്ലാം നമ്മളുടെ എക്സ്പീരിയൻസ് ആണ്. ഈ വായിച്ചു നോക്കാം കേട്ടോ. പ്രീഡോമിനന്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി പ്രധാനമായിട്ടും ഒരു മുഖ്യമായിട്ടും എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ചത്. പെർസ്യൂട്ട്സ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക, നിർദ്ദേശിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. സജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഞാൻ മൂന്നാമത്തെ പോയിന്റ് കൂടി ഒന്ന് വായിക്കാം കേട്ടോ. Patient satisfaction are a sign of how the patient has
recognize the other qualitative aspects of care and can be used as substitute measure of those aspects. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് അതിൽ ക്വാളിറ്റീസ് ആസ്പെക്ട് പരിചരണത്തിന്റെ വശങ്ങൾ അല്ലെ മറ്റ് നമ്മൾ പരിചരണം നൽകുന്നത് അതായത് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന പരിചരണത്തിന്റെ മറ്റ് നല്ലൊരു ഗുണപരമായിട്ടുള്ള ഒരു വശങ്ങള് രോഗികൾ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ ഒരു സൈൻ ആണെന്ന് ഒരു അടയാളമാണ് രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത്. അതായത് അവന്റെ ഡോക്ടറിൽ നിന്നും അല്ലെങ്കിൽ നഴ്സസിൽ നിന്നും മറ്റു ജീവനക്കാരിൽ നിന്നും ഇത്രത്തോളം നല്ലൊരു പരിചരണം അല്ലെങ്കിൽ കെയർ ലഭിച്ചു എന്നതിന്റെ ഒരു അടയാളമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തത് വായിക്കാം, ചെറിയ പോയിന്റ് അല്ലേ, വായിച്ചു നോക്കാം. കംപ്ലീറ്റ് ചെയ്തോ? മൂന്നാമത്തെ പോയിന്റ് വായിച്ചില്ല അവരും? ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഫോർത്ത് പോയിന്റ് ഫിഫ്ത്ത് പോയിന്റ് കൂടി ഉണ്ട്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? കുറച്ച് നിങ്ങൾക്ക് ഇനി ബോറാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല, സ്പീഡിൽ അത് പറയാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം പറഞ്ഞു തരാൻ. ഓക്കെ, അപ്പൊ എടുത്ത് അത്രയും ക്ലിയർ ആണോ? പുതിയൊരു ചാപ്റ്റർ തുടങ്ങി, കുറച്ച് പേർക്ക് ഉറക്കമൊക്കെ വരുന്നിട്ടുണ്ടാകും. ഉറക്കം വന്നോ? ബോറടിച്ചോ? തേർഡ് റിപ്പീറ്റ് ചെയ്യാനായിട്ടേ തേർഡിൽ പറയുന്നത് വേറൊന്നുമല്ല, നമ്മള് ഗുണപരമായിട്ടുള്ള വശങ്ങൾ രോഗിയെ എങ്ങനെ തിരിച്ചറിഞ്ഞതിന്റെ അടയാളമാണെന്ന്. അതായത് എന്താണ്, നമ്മള് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ സേവനങ്ങളും അതുപോലെ നഴ്സസിന്റെ പരിചരണവും അതുപോലെ മറ്റു സേവനങ്ങളും നമ്മൾ എങ്ങനെ തിരിച്ചറിഞ്ഞു. നമ്മൾ തിരിച്ചറിയണല്ലേ, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണോ, ഗുഡ് എക്സ്പീരിയൻസ് ആണോ ഓർ ബാഡ് എക്സ്പീരിയൻസ് ആണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതിന്റെ അടയാളമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി. ഓക്കെ, കുറച്ചുപേര് ഉറങ്ങിപ്പോയോ? ഉറങ്ങിപ്പോയവരൊക്കെ എണീക്കാട്ടോ, ക്ലാസ് കഴിയാറായി. ഉറങ്ങിയോ? ഇല്ല, എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോ. 5 minutes ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും സംസാരിക്കാൻ നിങ്ങൾക്ക്. ഓക്കെ ആണോ? ക്ലാസ് ക്ലിയർ ആയി എടുത്ത് എത്രയും ക്ലിയർ ആണ്. ാണോ? ഇതൊരു ജനറൽ ടോപ്പിക് ആണ്. അപ്പൊ മാക്സിമം എല്ലാ ക്ലാസ്സിലും പൊതുവെ എല്ലാവരും ഇത് എടുക്കുമ്പോൾ ഇച്ചിരി ബോറിംഗ് ആണ് അല്ലെങ്കിൽ അവർക്ക് ടഫ് ആണെന്നൊക്കെയാണ് പൊതുവെ മിക്ക ബാച്ചിലും പറയാറ്. പിന്നെ നമ്മള് ഇതിൻ്റെതായിട്ടുള്ള ഒരു രീതിക്കാണ് ഇത് പോകുന്നത്. കാരണം ഇത് ഓരോ സെന്റൻസും നമുക്ക് പരക്കി പറഞ്ഞാൽ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആ പാരഗ്രാഫ് വായിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കുറച്ചൊക്കെ കണക്ട് ചെയ്തിട്ട് പറയുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുമ്പോഴല്ലേ, അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചും കൂടി അല്ലേ. ഇപ്പൊ നിങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫിലിമിന്റെ എക്സാമ്പിൾ ഒക്കെ എടുത്തിടും അല്ലെ, അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇനി ഈ ചാപ്റ്ററും ബുദ്ധിമുട്ടൊന്നുമില്ല, പോയിന്റ്സുകളൊക്കെയാണ്. ചിലപ്പോൾ കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നാം, അങ്ങനെ ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ബോറടിപ്പിക്കാത്ത രീതിയിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ പഠിക്കുക, ഫോട്ടോ എടുക്കേണ്ടോടത്ത് ഫോട്ടോ എടുത്ത് തന്നെ പഠിക്കണം, എപ്പോഴും പറയുന്നത് പോലെ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, miss. Thank you, ma'am.
Good morning. Good morning, Miss. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു കുഞ്ഞു ഹോംവർക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കിയാ? ചെയ്ത എല്ലാവരും? ഓക്കെ, ഒന്ന് ആൻസർ പറയാമോ? പരീക്ഷ കറക്റ്റ് ആണ് കേട്ടോ. അനീസ 600 കറക്റ്റ് ആണ് കേട്ടോ. നമ്മൾ എത്രയും പറഞ്ഞത് എല്ലാവരും നല്ല മിടുക്കരാണല്ലോ, ഹോംവർക്ക് ഒക്കെ ചെയ്തത്. 601 600. ഓക്കെ ഹാരൻ, കറക്റ്റ് ആണ് കേട്ടോ. 600 ആണ് ആൻസർ വരിക. നമ്മൾ 15,000 രൂപയ്ക്കാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് കേട്ടോ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. 5 കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മള് എംപ്ലോയറുടെ മാത്രം കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? എംപ്ലോയറിന്റെ മാത്രം അത് 487.5 അല്ലെ, 487.5 കറക്റ്റ് ആണ്. പിന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ശ്രീലക്ഷ്മി, സ്മിത, ആര്യ ലക്ഷ്മി ഓക്കെ .5 എടുത്തു. എന്താണ്? ഞാൻ 0.5 ഇങ്ങോട്ട് എടുത്തു, അതുകൊണ്ടാണ് എനിക്ക് 601. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോ പിന്നെ നമ്മുടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 112.5. ശ്രീന കറക്റ്റ് ആണ് കേട്ടോ. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 600. വെരി ഗുഡ്. ശ്രീന, വർഷ, അലീസ ഓക്കെ കേട്ടോ, കറക്റ്റ് ആണ്. 15,000 രൂപയ്ക്ക് നമ്മൾ കാൽക്കുലേറ്റ് പോലെ ഏതൊരു നമ്പർ തന്നു കഴിഞ്ഞാലും ചെയ്യാം കേട്ടോ. അപ്പൊ അത് പിന്നെ പ്രത്യേകം ഞാൻ പറയാണ്, ചോദ്യം ശ്രദ്ധിക്കണം. എംപ്ലോയറുടെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് മാത്രം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. എംപ്ലോയി ആണെങ്കിൽ അത്. അപ്പൊ ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കണം. ടോട്ടൽ ചോദിക്കുമ്പോൾ 2 കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. അത് അങ്ങനെ തെറ്റിപ്പോകരുത് കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. ഞാനിപ്പോ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മള് എന്തൊക്കെ പഠിച്ചു? നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ RSBY പഠിച്ചിരുന്നു അല്ലെ. CGHS പഠിച്ചു, RSBY പഠിച്ചു, ESI ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഞാൻ മറ്റേ ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. CGHS കാർഡിന്റെ ഫോട്ടോ ഷെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിക്ചർ നോക്കിക്കേ, കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? സ്ക്രീനിലൊന്ന് നോക്കിക്കേ, കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ CGHS കാർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആ കളർ കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ശരിക്കും എന്താണ് CGHS കാർഡിന്റെ കളറ്? ബേസിക് ആയിട്ട് വൈറ്റ് കളറാണ് അല്ലെ, വെള്ള കളറാണ്, ശരിയല്ലേ? പിന്നെന്താണ്, ഓരോ കാർഡ് ഹോൾഡറിന്റെയും സ്റ്റാറ്റസിനനുസരിച്ച് ആ സ്ട്രിപ്പിന്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവും കണ്ടോ. ഇത് നോക്കി, ബ്ലൂ കളറാണ്. ബ്ലൂ കളർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ പഠിച്ചതാണ്. ബ്ലൂ കളർ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അല്ലെ. കളർ കോഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരെയാണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കും. പിന്നെ റെഡ് ഏതായിരുന്നു? മെമ്പർ ഓഫ് പാർലമെന്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അഞ്ചലി ഗവൺമെന്റ് എംപ്ലോയി അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്. അപ്പൊ ഈ കാർഡിന്റെ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ കാർഡ് ഹോൾഡർ ആരാണ്. ഈ വായിക്കൊന്നും വേണ്ട അല്ലെ. ബ്ലൂ കളർ കാണുമ്പോൾ മനസ്സിലാവും അതിലൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ, നിലവില് റെഡ് കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അയാള് മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് അല്ലെ, പാർലമെന്റ് അംഗമായിരിക്കും. യെല്ലോ കളർ ആണെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആക്കിയ. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഹാരോൺ, രാജേഷ്, അഞ്ചു കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ഗ്രീൻ കളർ കണ്ടു കഴിഞ്ഞാലോ XMP അല്ലെ, XMP. പിന്നെ കറക്റ്റ് ആണ്, പെൻഷനർ അല്ലെ. അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സ്. ദേവിക കറക്റ്റ് ആണ് കേട്ടോ. ആതിര കറക്റ്റ് ആണ്. അപ്പൊ കണ്ടോ, ഇതാണ് നമ്മുടെ CGHS കാർഡ്. ഈ കളർ കോഡുകൾ 4 നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. 4 നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അന്ന് എനിക്കത് ഫോണിൽ കാണിച്ചപ്പോ കാണാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയല്ലേ. നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ RSBY വരെയാണ് പഠിച്ചത് അല്ലെ. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2008 ഏപ്രിൽ 1 കേട്ടോ. ആരെയാണത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്? ഓരോ സ്കീമും പഠിക്കുമ്പോൾ ആരെയാണ് ഫോക്കസ്? ഓക്കെ, ശരി, കറക്റ്റ് ആണ് കേട്ടോ. 2008 ഇൻട്രൊഡ്യൂസ് ചെയ്തത് BPL. അദ്ദേഹം കറക്റ്റ് ആണ്.
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങളെയും അസംഘടിത തൊഴിലാളികൾ കേട്ടോ. അസംഘടിത തൊഴിലാളികൾ ആരാണെന്ന് മനസ്സിലായില്ലേ? വഴിയോര കച്ചവടക്കാര്, മത്സ്യത്തൊഴിലാളികള്, കർഷകര്, ഓക്കെ, ഇവരെയൊക്കെ അതിഥി തൊഴിലാളികള്, അവരെയൊക്കെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പൊ അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. RSPYയുടെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ RSPY എന്തൊക്കെ കവറേജ് ആണ് കൊടുക്കുന്നത് അതും നമ്മൾ കണ്ടതാണ് അല്ലെ. 30,000 രൂപ വരെ എന്താ പറയാ ഇൻഷുർഡ് തുക കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിനുള്ള കവറേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു, അതായത് ഈ പോളിസി എടുക്കുന്നതിന് അവർക്ക് അതിന് മുമ്പ് ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കുള്ള ഇത് കിട്ടുന്നുണ്ട്, മീൻസ് കവറേജ് കിട്ടുന്നുണ്ട്. ഇതായിരുന്നു എല്ലാവർക്കും ഒരു കുഞ്ഞു സംശയം തോന്നിയത്. പലരും എന്നോട് ചോദിച്ചത് അത് തന്നെയാണ്. കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1000. അത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരില്ലേ? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോവാണെങ്കിൽ നമുക്ക് അതിന് പൈസ ചെലവ് വരുന്നുണ്ട് അല്ലെ. കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വരുന്നുണ്ട്. അപ്പൊ 1000 രൂപ വരെ ട്രാൻസ്പോർട്ടേഷൻ അഥവാ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അടുത്തൊക്കെ കൂടുതലും ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഈ നോർത്ത് ഇന്ത്യ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കുഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം ദൂരം അവർക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ പാവപ്പെട്ട ആളുകളാണ്, അവർക്കൊരു ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് വരും. പക്ഷെ 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതിലും കവർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എക്സ്ട്രാ ഉള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. 1000 രൂപ RSPY വരെ അത് പ്രകാരം നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്താണെന്ന് അറിയാലോ. ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യാണ്? നേരിട്ട് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകൾ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് തീർക്കുകയാണ് അല്ലെ. അപ്പൊ പേഷ്യന്റിന് ഒരിക്കലും കയ്യിൽ പൈസ എടുത്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രീമിയം ഓഫ് ₹30 per annum ആണ് പറഞ്ഞത് അല്ലെ. അതെ, കറക്റ്റ്. അതായത് പ്രതിവർഷം 30 രൂപയാണ് പ്രീമിയം തുകയായിട്ട് നിശ്ചയിച്ചത്. പ്രതിവർഷമാണ്, ഒരു വർഷത്തേക്ക് 30 രൂപ അടച്ചാൽ മതി. വളരെ തുച്ഛമായിട്ടുള്ള ഒരു തുകയാണ് അല്ലെ. കാരണം BPL ഫാമിലീസ് ആണ്, അത്രയും പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ആണ് അല്ലെ. പ്രതിവർഷം 30 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുവരെയാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ഇന്നത്തെ എക്സാമ്പിൾസ് ഫോർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ് കേട്ടോ. അത് വെറുതെ പഠിച്ചു വെച്ചാൽ പഠിക്കുകയെല്ലാം വായിച്ച് വെച്ചാൽ മതി. അതിന് വലിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും വരാനില്ല. എന്താണ് പറയുന്നത്? പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് താഴെ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നോക്കിക്കേ, സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ. ആ പ്ലാനിന്റെ പേര് ഇതെല്ലാം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ആണ്, പ്രൈവറ്റ് ആണ് കേട്ടോ. പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് എക്സാമ്പിൾ ആണ് ഈ പറയുന്നത്. സ്റ്റാർ ഫാമിലി ഹെൽത്തിന്റെ ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIGയുടെ മെഡിക്കെയർ പ്ലാൻ, റിലയൻസിന്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്നയുടെ പ്രോ ഹെൽത്ത് ഇൻഷുറൻസ്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് കാർഡ്, ഭാരതി AXAയുടെ സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ കേട്ടോ. വെറുതെ ഇതൊന്നും വായിച്ചാൽ മതി, മനസ്സിലാക്കിയത് ഒരു എക്സാമ്പിളുകളായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ്. ആരാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ? അതിനെ ഷോർട്ട് ആക്കി നമ്മൾ പറയുന്നത് TPA എന്നാണ് കേട്ടോ. പ്രത്യേകം ഓർക്കാം, TPA വേറെ പല ഇടത്തും നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. ഇൻഷുറൻസിന്റെ ഫീൽഡില്, മെഡിക്കൽ ഇൻഷുറൻസില് TPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. അത് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കും. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. എന്താണ് TPAയുടെ ഫുൾ ഫോം? എന്താണ്? ഇൻഷുറൻസിൽ കേട്ടോ. ഇൻഷുറൻസിൽ TPAയുടെ ഫുൾ ഫോം ഇതാണ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, എന്താണ് TPA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ പറഞ്ഞു തരാം. സംഭവം നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ, ശ്രദ്ധിക്കാം കേട്ടോ, ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്, അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകള് കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം. സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഏജൻസി എന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കമ്പനി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്?
ഒരു ഇൻഷുറൻസ് കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെ, ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. ഓക്കെ, അതിനെയാണ് ഒരു ഏജൻസി ആവാം, അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് കേൾക്കുമ്പോൾ അതൊരു വ്യക്തിയാണോ എന്നൊരു സംശയം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരാം. വ്യക്തിയല്ല, വ്യക്തികൾ അടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം, അല്ലെങ്കിൽ ഒരു ഏജൻസി ആവാം. അവരെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. ഇതാണ് TPA എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ഇൻഷുറൻസ് കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകള് കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനെയോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ കമ്പനിയോ ആണ് നമ്മൾ TPA എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഇൻഷുറൻസ് കമ്പനിക്കും അതുപോലെ പോളിസി ഹോൾഡറിനും പിന്നെന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ലിങ്ക് എന്ന് വെച്ചൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് TPA എന്ന് പറയുന്നത്. ആളെന്നല്ല, ഒരു ഓർഗനൈസേഷൻ ആണ് TPA എന്ന് പറയുന്നത്. ശരിയല്ലേ? ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, അതുപോലെ അവിടെ നിന്ന് പോളിസി എടുത്ത പോളിസി ഹോൾഡർക്കും ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഇവർക്ക് 3 പേർക്കും ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അവർക്കിടയിൽ ഒരു കണക്ഷൻ ആയിട്ട്, ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് TPA എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വെറുതെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിന് എന്ത് വേണം? ലൈസൻസ് വേണം അല്ലെ? ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആരാണ് അവർക്കുള്ള ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണ് അവർക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് വേറെ ആരുമല്ല, IRDA കേട്ടോ. IRDA. ഓക്കെ, IRDA എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ അതിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. എന്താണ് IRDAയുടെ ഫുൾ ഫോം? എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി അല്ലെ? നിങ്ങൾ പറഞ്ഞില്ലേ നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന ഇൻഷുറൻസ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് IRDA എന്ന് പറയുന്നത്. ആ ഒരു IRDA ലൈസൻസ് കൊടുത്തിട്ടുള്ളതാണ് TPA. ആ ഒരു ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, അത് ഉപയോഗിച്ചുകൊണ്ട് കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനുള്ള കാര്യം, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. വായിക്കാൻ നമുക്ക്. ഫസ്റ്റ് പോയിന്റ് ഇതാണ് TPA. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് TPAയുടെ ഫുൾ ഫോം ആണ് കേട്ടോ. TPA or തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ is a company or agency, underline ചെയ്യാട്ടോ, or organization that holds a license from Insurance Regulatory Development Authority അഥവാ IRDA. എന്തിനു വേണ്ടിയിട്ടാണ്? To process the claims in addition to providing cashless facilities as an outsourcing entity of a health insurance company and selection of high quality hospitals for the insurance companies. എന്താണ് പറയുന്നത്? TPA എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. അതൊരു കമ്പനി ആവാം, ഏജൻസി ആവാം, ഓർഗനൈസേഷൻ ആവാം. അവർക്ക് ആരിൽ നിന്നുമാണ് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത്? IRDA നിന്നാണ് അല്ലെ? എന്തിനൊക്കെയുള്ള ലൈസൻസ് ആണ്? ടു പ്രോസസ് ദ ക്ലെയിംസ് ഇൻ അഡീഷൻ ടു പ്രൊവൈഡിങ് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് അല്ലെ? ഈ പറയുന്ന ക്യാഷ്ലെസ് ഫെസിലിറ്റീസിന് പുറമെ അല്ലെ, പണരഹിത ഇൻഷുറൻസ് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊടുക്കുമല്ലോ, അതിന് പുറമെ എന്താണ് ഈ പറയുന്ന ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യാം. അത് ഒരു എന്താ പറയുക ഫംഗ്ഷൻ ആണ്. അത് മാത്രമല്ല എന്താണ് സെലക്ഷൻ ഓഫ് നോക്കൂ as an outsourcing entity of a health insurance company and the selection of high quality hospitals for the insurance company അല്ലെ? അതായത് ഇൻഷുറൻസ് കമ്പനികൾക്കായിട്ടുള്ള വളരെ ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പഠിച്ചത് ഓർമ്മയുണ്ടോ? അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി അവരുടെ ആ ഒരു കവറേജ് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന കുറെ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു കമ്പനിക്കായിട്ട് എന്താണ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്. പിന്നെന്താണ്? അപ്പോ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത്? TPA എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇതിന്റെ എന്താണ്
ലൈസൻസ്ഡ് ഏജൻസി ഫ്രം IRDA അല്ലെ. IRDA നിന്നുള്ള ഒരു ലൈസൻസ്ഡ് ഏജൻസിയാണ്. പിന്നെ അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവര് കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന ഇൻഷുറൻസ് ക്ലെയിമുകളാണ്. അത് മാത്രമല്ല പ്രൊവൈഡ് ചെയ്ത ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാൻഡിൽഡ് എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് അല്ലെ, അത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് സെലക്ഷൻ ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഷുറൻസ് കമ്പനി അല്ലെ. കമ്പനിക്കായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുന്നതും അവരുടെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കിക്കേ, TPS function is an intermediary കേട്ടോ, intermediary between the insurance provider. ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെ. പിന്നെ എന്താണ്? ആൻഡ് ഇൻഷുർഡ്. ഇൻഷുർഡ് ആരാണ്? പോളിസി ഹോൾഡർ. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. ആരാണത്? ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അവരുടെ 3 പേരുടെ ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളാണ് TPA എന്ന് പറയുന്നത്. ആളല്ല, ഓർഗനൈസേഷൻ കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. TPS function as an intermediary between the insurance provider and the insured. ഇനി നോക്കി, the stakeholders involved are as follows. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ് ആണ് കേട്ടോ. ആരൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ഇൻഷുറൻസ് കമ്പനിന്ന് എഴുതിക്കോട്ടെ വേണമെങ്കിൽ. ഇവിടെ ഇൻഷുറൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇൻഷുറൻസ് കമ്പനിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രൊവൈഡറിനോ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. അങ്ങനെ കൺഫ്യൂഷനോ പെട്ടെന്ന് ഇൻഷുറൻസ് നിൽക്കുന്നത് എന്താണെന്ന് വിചാരിക്കും. ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആർക്കിടയിലാണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഹോസ്പിറ്റല്. പിന്നെന്താണ്? പോളിസി ഹോൾഡർ, അതാണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞത്. ഈ 3 പേർക്കും ഇടയിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് TPA എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അടുത്ത ഭാഗത്തോട്ട് പോവാൻ നമുക്ക്. Who all are there in a TPA and what do they do? ഇനി നമ്മൾ പഠിക്കുന്നത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. അതൊരു ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്, ഏജൻസിയാണ് അല്ലെ. അതിൽ ഉള്ള മെമ്പേഴ്സുകൾ ആരൊക്കെയാണ്? ഏതൊക്കെ മെമ്പേഴ്സുകളാണ് ഒരു TPAയുടെ അകത്തുള്ളത്? എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? അതാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യത്തെ പോയിന്റ് ഇതാണ്. According to the regulations of IRDA, TPA should have maintained their own in-house medical doctor. കണ്ടോ, TPAയുടെ അംഗങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും നോക്കിക്കേ. ഒന്ന് ഇൻഹൗസ് മെഡിക്കൽ ഡോക്ടർ, ഒരു ഡോക്ടർ ഉണ്ടാവും അല്ലെ. ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റേർഡ് വിത്ത് ദ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. പിന്നെ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ മാനേജേഴ്സ് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജർ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് അങ്ങനെയുള്ളവരൊക്കെയാണ് കേട്ടോ ഹോസ്പിറ്റൽ മാനേജേഴ്സ്. അതുപോലെ തന്നെ ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും കേട്ടോ. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ലീഗൽ എക്സ്പേർട്സ്. പിന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ഇൻഷുറൻസ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് അല്ലെ, IT പ്രൊഫഷണലുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, അതായത് ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് കൺസൾട്ടൻസും ഉണ്ടായിരിക്കും. ഇത്രയും പേര് അടങ്ങുന്നതാണ് ഒരു TPA എന്ന് പറയുന്നത്. ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു മെഡിക്കൽ ഡോക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹം വന്നിട്ട് എന്താണ്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡോക്ടർ ആയിരിക്കും. അതുപോലെ ഹോസ്പിറ്റൽ മാനേജർമാരുണ്ടായിരിക്കും, ലീഗൽ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും, ഇൻഷുറൻസിന്റെ കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും, IT പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, മാനേജ്മെന്റ് ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും. ഇത്രയും പേരടങ്ങുന്നതാണ് ഒരു TPA എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് വാട്ട് ഡു ദേ ഡു, എന്താണ് അവർ ചെയ്യുന്നത് അല്ലെ. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് നോക്കിക്കേ. The team of these professionals liaison with the customers for streamlining the claim process and make sure that there are no false claims and also limit unwanted treatment, thus enhancing quality of services, which eventually leads to the lower insurance premium. എന്താണ് അവിടെ പറയുന്നത്? ഈ പറയുന്ന പ്രൊഫഷണലുകള് അല്ലെ, ഈ ഒരു പ്രൊഫഷണലുകളുടെ ഒരു ടീം എന്താണ് ചെയ്യുന്നത്? ലിസോൺ വിത്ത് ദ കസ്റ്റമേഴ്സ്. ലിസോൺ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ലിസോൺ ബന്ധം എന്നാണ് അർത്ഥം കേട്ടോ. റിലേഷൻ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ലിസോണിന്റെ മീനിങ് ബന്ധം എന്നാണ് കേട്ടോ. നോക്കിക്കേ, പ്രൊഫഷണൽ ലിസോൺ വിത്ത് ദ കസ്റ്റമേഴ്സ് അല്ലെ. ഈ പറയുന്ന കസ്റ്റമേഴ്സുമായിട്ട് ഒരു ബന്ധം അവർ സ്ഥാപിക്കണം.
കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിനായിട്ട് ഇവിടെ പേഷ്യൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് പോളിസി ഹോൾഡർ അല്ലെ. ഈ പറയുന്ന കസ്റ്റമേഴ്സ് ആയിട്ട് അവരൊരു ബന്ധം കീപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സ്ട്രീം ലൈനിങ് ദ ക്ലെയിം പ്രോസസ്. സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രീം ലൈനിങ് കാര്യക്ഷമമാക്കുക കേട്ടോ. ഇതിനകത്ത് കാര്യക്ഷമമാക്കുക. ഈ പറയുന്ന ക്ലെയിം പ്രോസസ്സുകളെ കാര്യക്ഷമമാക്കുന്നതിനും അതോടൊപ്പം പിന്നെന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ നോ ഫാൾസ് ക്ലെയിംസ്. തെറ്റായ ക്ലെയിമുകൾ ഒന്നും തന്നെ നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും അല്ലെ. ചില ആളുകൾ എന്ത് ചെയ്യും? പോളിസി എടുത്തിട്ട് ചില തെറ്റായിട്ടുള്ള ക്ലെയിമുകളൊക്കെ ചെയ്യും. ആവശ്യമില്ലാത്ത ചില എന്താ പറയാ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ക്ലെയിം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ തെറ്റായിട്ടുള്ള ക്ലെയിമുകളൊന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനും പിന്നെന്താണ്? അതുവഴിയായിട്ട് ആൾസോ ലിമിറ്റ് ദ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് അല്ലെ. അനാവശ്യമായിട്ടുള്ള ചികിത്സകള് ഒഴിവാക്കുന്നതിനും അനാവശ്യമായിട്ടുള്ള ചികിത്സകള് പരിമിതപ്പെടുത്തുന്നതിനും അതുവഴിയായിട്ട് എന്താണ്? എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് സർവീസസ് അല്ലെ. കുറേയും കൂടെ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും which eventually leads to the lower insurance premium. അത് എന്താണ്? ഒരു കുറഞ്ഞ പ്രീമിയം തുകയിലേക്ക് നയിക്കും അല്ലെ. ശരിയല്ലേ? അപ്പൊ ആ ഒരു രീതിയിൽ എന്താ പറയാ ആ ഒരു ക്ലെയിം പ്രോസസ്സിനെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഫംഗ്ഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കസ്റ്റമേഴ്സ് ആയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു റിലേഷനായിട്ട് കീപ്പ് ചെയ്യുന്നത്? ഒന്ന് ഫോർ ദ സ്ട്രീം, അതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സ്ട്രീം ലൈനിങ് ദ ക്ലെയിം പ്രോസസ് അല്ലെ. ഈ പറയുന്ന ക്ലെയിം പ്രോസസ്സുകൾ കാര്യക്ഷമമാക്കുന്നതിന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മേക്ക് ഷുവർ ദാറ്റ് ദർ ആർ നോ ഫാൾസ് ക്ലെയിംസ്. തെറ്റായ ക്ലെയിമുകൾ ഒന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അല്ലെ. നമ്മളിപ്പോ പറയാം ക്ലെയിമുകൾ, തെറ്റായിട്ടുള്ള ക്ലെയിമുകൾ ഒന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പാക്കാൻ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ടു ലിമിറ്റ് ദ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റ് അല്ലെ. അനാവശ്യമായിട്ടുള്ള ചികിത്സകളെ പരിമിതപ്പെടുത്താനുണ്ട്. അതായത് എന്തിനാണ് അനാവശ്യമായിട്ടുള്ള ചികിത്സ ചെയ്യുന്നത്? അതിനു വേണ്ടി ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളില്ല. കൃത്യമായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിനും പിന്നെന്താണ്? എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് സർവീസസ്. കൊടുക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അത് ആത്യന്തികമായിട്ട് ഒരു കുറഞ്ഞ പ്രീമിയം തുകയിലേക്കും നയിക്കും അല്ലെ. ശരിയല്ലേ? നമ്മളൊരു വലിയ കവറേജിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തുക പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കുറഞ്ഞ പ്രീമിയത്തിലേക്ക് എത്തിക്കുന്നതിന് അത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഈ പറയുന്ന TPA ഫംഗ്ഷൻ. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരു കാര്യം നമുക്ക് പറയാം. നമ്മൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചപ്പോൾ നമ്മളൊരു വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഉടനടി പോളിസി എടുത്തു കഴിഞ്ഞാൽ ചില പ്രത്യേക അസുഖങ്ങൾക്ക് എന്ത് കിട്ടില്ല, നമുക്ക് ഉടനടി പരീക്ഷ ലഭിക്കുന്ന വെയിറ്റിംഗ് പീരീഡ് വെക്കും. അപ്പൊ പലർക്കെങ്കിലും ഉള്ളിലൊരു സംശയം തോന്നിയിട്ടുണ്ടാവും, എന്തിനാണ് ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത്? അതിന്റെ റീസൺ എന്താണ്? എന്തിനാ? അത് പഠിക്കാനില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് എന്തിനാ ഈ വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തിനാണ് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നതിന് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ആൻസർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് തെറ്റായിട്ടുള്ള ക്ലെയിമുകൾ ഒന്നും തന്നെ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയും, പോളിസി എടുത്തിട്ട് ഉടനടി എന്താണ് അനാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ തെറ്റായിട്ട് ക്ലെയിം ചെയ്യും അല്ലെ. അങ്ങനെ ചെയ്യാം. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യും. ആവശ്യമില്ലാത്തൊരു ട്രീറ്റ്മെന്റിന് അതിന്റെ കാര്യമില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതുവഴിയായിട്ട് നമുക്ക് ചിലപ്പോൾ പ്രീമിയം തുകയൊക്കെ കൂടുതൽ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത്. അതെന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു റിസ്ക് മാനേജ്മെന്റിനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് വെക്കുന്നത്. അപ്പൊ അതിനുള്ളൊരു റീസൺ ആണ്, അതിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതാരുടെ ഫംഗ്ഷൻ ആണ്? TPA ഫംഗ്ഷൻ. ക്ലിയർ ആണ്? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായില്ലേ? പോയിന്റുകൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? അടുത്തത് കേട്ടോ. TPAs accepts fees from the insurance provider, which is a percentage of the premium and is normally 5.5% of the premium amount. നമുക്കറിയാം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന കമ്പനിക്കും പോളിസി ഹോൾഡറിനും ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഇടയിൽ ഇവർക്ക് 3 പേർക്കിടയിൽ ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് TPA എന്ന് പറയുന്നത്. അവർ ഈ രീതിയിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് ചെയ്യുന്ന സേവനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ഫീസ് ലഭിക്കണ്ടേ? വേണ്ടേ? അവർക്കൊരു ഫീസ് ലഭിക്കണം. ആ ഫീസ് എവിടെ നിന്നാണ് അവർ ഈടാക്കുന്നത്? അത് ഇൻഷുറൻസ് പ്രൊവൈഡറിൽ നിന്നാണ്. എന്ന് പറഞ്ഞാല് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുമാണ് അതിനുള്ള ഫീസ് അവര് ഈടാക്കുന്നത്
അല്ലെ അവര് കൊടുക്കുന്ന അത് കറക്റ്റ് ആണ്, കമ്പനിയിൽ നിന്നാണ് ഈടാക്കുന്നത്. കമ്പനിയിൽ എങ്ങനെ ഈടാക്കുന്നത്? കമ്പനിക്ക് ലഭിക്കുന്ന പ്രീമിയം ഉണ്ടല്ലോ അല്ലെ, ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ പോളിസി ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പ്രീമിയം ഉണ്ടല്ലോ, ആ ഒരു പ്രീമിയത്തിന്റെ ഒരു നിശ്ചിത ശതമാനമാണ് ഈ ഒരു ഫീസ് ആയിട്ട് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈടാക്കുന്നത്. അത് എത്ര പെർസെന്റേജ് ആണ്? ഏകദേശം പറയുന്നത് 5.5%. കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് കമ്പനിയിലേക്ക് പ്രീമിയം അടയ്ക്കുമ്പോൾ ആ പ്രീമിയത്തിൽ നിന്നും ഒരു 5.5% ആണ് ഫീസ് ആയിട്ട് ആര് ഈടാക്കുന്നത്? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഈടാക്കുന്നത്. ഇത് കൊടുക്കുന്ന സേവനങ്ങൾക്ക് അവർക്ക് ഫീസ് ലഭിക്കണമല്ലോ. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്. മനസ്സിലായല്ലോ? അതോടുകൂടി അത് അവസാനിക്കാണ്ട് കേട്ടോ. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. TPA എന്ന് പറഞ്ഞാല് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻഷുറൻസ് കമ്പനീനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ കൈകാര്യം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു എന്താ പറയാ കമ്പനിയാണ് കേട്ടോ. അവർക്ക് അതിനുള്ള ലൈസൻസ് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? IRB അല്ലെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അതിനുള്ള ലൈസൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആർക്കിടയിലാണ് ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത്? കമ്പനിക്കും പോളിസി ഹോൾഡറിനും ഹോസ്പിറ്റലിനും ഇടയിൽ കേട്ടോ. പിന്നെ അതിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഡോക്ടർമാരുണ്ട്, ഒരുപാട് ഇതൊക്കെ വായിക്കാം കേട്ടോ, ലീഗൽ എക്സ്പെർട്സ് ഇവരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഫംഗ്ഷൻസ് എന്താണ്? എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ? കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ബന്ധം കീപ്പ് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് ക്ലെയിം പ്രോസസ്സ് കൈകാര്യം ചെയ്യുന്നതിനും തെറ്റായ ക്ലെയിമുകൾ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനും അനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ പരിമിതപ്പെടുത്തുന്നതിനും അതുപോലെ കൂടുതൽ ഗുണനിലവാരമുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനും അതുവഴിയായിട്ട് കുറഞ്ഞ ഒരു പ്രീമിയം തുകയ്ക്കും വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ അവരുടെ ഫീസ് എന്ന് പറയുന്നത് കമ്പനിയിൽ ഈടാക്കുന്നതാണ്. ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ലഭിക്കുന്ന പ്രീമിയത്തിന്റെ 5.5% ഫീസ് ആയിട്ടാണ് ഈടാക്കുന്നത്. TPA ഈടാക്കുന്നത്. ഇത്രയുള്ള അതിനകത്ത് മനസ്സിലാക്കുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. അടുത്ത നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് TPA ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്? ഇനി ഹെൽത്ത് ഇൻഷുറൻസിൽ ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണ്? ഏകദേശം റോളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്, എങ്കിലും കുറച്ച് പോയിന്റുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ ഹെഡിങ് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. എന്തൊക്കെ റോളുകളാണ് അവര് കൈകാര്യം ചെയ്യുന്നത്? നോക്കിക്കേ, the role of TPA in health insurance can be understood by the following points. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല. ഫസ്റ്റ് പോയിന്റ് എന്താണ് നോക്കിക്കേ? കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. നമ്മൾ പഠിച്ചതല്ലേ, കമ്പനിക്കും പോളിസി ഹോൾഡറിനും ഹോസ്പിറ്റലിനും ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ് അല്ലെ, മീൻസ് കമ്പനിയാണത്. സോ അത് തന്നെയാണ് ആദ്യത്തെ പോയിന്റ് അല്ലെ, കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി ഹോൾഡർ. എന്താണ് പറയുന്നത്? Directly or indirectly, like the policy holder meets the TPA in most of the hospitalization claim cases. The TPA provides the policy holder with a unique identification number and ID card which helps in claim settlement. സാധാരണ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ആളുകൾക്കിടയിൽ ഒരു കണക്ഷൻ, ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന TPA ആണ്. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള റോള്. പൊതുവെ നമ്മുടെ പോളിസി ഹോൾഡർ, അതായത് ഇൻഷുർഡ് പേഴ്സൺ ഉണ്ടല്ലോ, പോളിസി എടുത്തിട്ടുള്ള പോളിസി ഹോൾഡർ മിക്കവാറും ഹോസ്പിറ്റലൈസേഷൻ കേസുകൾ വരുമ്പോൾ ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ടാണ് അവര് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. അപ്പൊ TPA എന്ത് ചെയ്യുന്ന അറിയോ? ഈ പോളിസി ഹോൾഡർക്ക് ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അത് ID കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു കാർഡാണ് ക്ലെയിം സെറ്റിൽമെന്റിനായിട്ട് അവര് ഉപയോഗപ്പെടുത്തുന്നത്, അതായത് പോളിസി ഹോൾഡർ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, പോയിന്റ് ഇത്രയേ ഉള്ളൂ, കണക്ഷൻ ബിറ്റ്വീൻ ദ ഇൻഷുറൻസ് കമ്പനി ആൻഡ് പോളിസി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റെക്കോർഡ് മെയിന്റനൻസ്. എന്താണ്? റെക്കോർഡ് മെയിന്റനൻസ്. നോക്കിക്കേ, TPA aids in maintaining necessary records related to the policy holders when they are admitted as a patients. അല്ലെ, ഈ പോളിസി ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകൾ, ആ റെക്കോർഡുകള് അവര് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? TPA ആയിരിക്കും കേട്ടോ. ഈ പറയുന്ന പോളിസി ഹോൾഡേഴ്സ് ആണ് പിന്നീട് പേഷ്യൻസ് ആയിട്ട് വരുന്നത് അല്ലെ, ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആയിട്ട് അത് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ്, നെസസറി റെക്കോർഡ്സുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് TPA ആയിരിക്കും. അപ്പൊ അടുത്ത റോൾ അതായിരുന്നു കേട്ടോ, റെക്കോർഡ് മെയിൻ്റനൻസ്. അടുത്തത് എന്താണ്? ക്ലെയിം സെറ്റിൽമെന്റ്. അത് ഓൾറെഡി നമുക്കറിയാം അല്ലെ, ക്ലെയിം പ്രോസസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് TPA ആണ്. ക്ലെയിം സെറ്റിൽമെന്റ് കേട്ടോ, ശ്രദ്ധിക്കാം. TPA guarantees
സ്മൂത്ത് കോർഡിനേഷൻ ബിറ്റ്വീൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ഇൻഷുറൻസ് കമ്പനി ഇൻ ദ കോഴ്സ് ഓഫ് ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽമെന്റ് കേട്ടോ. സാധാരണ നമ്മുടെ ക്യാഷ്ലെസ് ക്ലെയിം ഒക്കെ വരുമല്ലോ, നേരത്തെ പറഞ്ഞില്ലേ കമ്പനി നേരിട്ട് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകൾ എന്ത് ചെയ്യാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് തീർക്കുന്നത് അല്ലെ. അതാണ് ക്യാഷ്ലെസ് എന്ന് പറയുന്നത്. അവിടെ പേഷ്യന്റിന് ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നും വരുന്നില്ല, എന്തെങ്കിലും വരുന്നില്ല, അവർക്ക് വലിയ റോഡ് വരുന്നില്ല കേട്ടോ. അപ്പൊ ഇവര് പറയുന്നത് ഇത്തരം ക്യാഷ്ലെസ് ക്ലെയിം സെറ്റിൽമെന്റില് ഈ പറയുന്ന ഹോസ്പിറ്റലിനും ഇൻഷുറൻസ് കമ്പനിക്കുമിടയിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സുഗമമായിട്ടുള്ള കോർഡിനേഷൻ സാധ്യമാക്കുന്നത് TPA ആണ്. ഓക്കെ, അതാണ് അവർ പറഞ്ഞ ക്ലെയിം സെറ്റിൽമെന്റ് കേട്ടോ. നോക്കിക്കേ, ഇൻ സച്ച് കേസസ് TPA ഓഫേഴ്സ് ബാക്ക് ആൻഡ് സപ്പോർട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പറയുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് നിലനിൽക്കുന്നത്. അത് നമുക്കറിയാലോ, ഇവർക്ക് 3 പേർക്കും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതും ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നതും TPA ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ പറയുന്നതാണ് ഫുൾ ടൈം സപ്പോർട്ട്, മുഴുവൻ സമയ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ TPAs have 24/7 customer support system in which the policy holders can raise their enquiries and get the feedback. അപ്പോ ഈ പറയുന്ന TPAസിന്റെ ജോലി അതായത് ഫുൾ സപ്പോർട്ട്, ഫുൾ ടൈം സപ്പോർട്ടാണ് അവര് കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കാം, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഇവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ ഒരു മുഴുവൻ സമയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആര് TPA കേട്ടോ. എപ്പൊ വേണമെങ്കിലും പോളിസി ഹോൾഡർക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളോ അന്വേഷണങ്ങളോ ഉണ്ടെങ്കിൽ അത് അവരോട് ഉന്നയിക്കാം, അതിനനുസരിച്ച് കറക്റ്റ് ഫീഡ്ബാക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് അഡീഷണൽ സർവീസസ് എന്താ പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ TPA ആൾസോ പ്രൊവൈഡ് അഡീഷണൽ സർവീസസ് സച്ച് ആസ് ആംബുലൻസസ്, മെഡിക്കൽ സപ്ലൈസ് എക്സെട്ര ടു ദ പോളിസി ഹോൾഡേഴ്സ് കേട്ടോ. ഈ പറയുന്ന പോളിസി ഹോൾഡേഴ്സിനായിട്ട് എന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള സേവനങ്ങൾ, അഡീഷണൽ സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് സേവനങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ സപ്ലൈസ് അങ്ങനെയുള്ള സേവനങ്ങളും TPA കൊടുക്കുന്നുണ്ട്. എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ ഈ TPAക്ക് ഹോസ്പിറ്റലായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഒരു ടൈപ്പിലൂടെ ഈ പറയുന്ന ചിലപ്പോൾ പോളിസി ഹോൾഡറിന്റെ ആംബുലൻസ് സേവനങ്ങൾ അല്ലെങ്കിൽ ചില മെഡിക്കൽ എക്യുപ്മെന്റ്സോ അങ്ങനെയുള്ള മെഡിക്കൽ സപ്ലൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് TPAയുടെ റോളായിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഷുറൻസ് കമ്പനി, പോളിസി ഹോൾഡർ ആൻഡ് ഹോസ്പിറ്റൽ അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റെക്കോർഡ് മെയിൻ്റനൻസ് അല്ലെ. ഈ പറയുന്ന പോളിസി ഹോൾഡറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നെസസറി റെക്കോർഡ്സുകളും മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതും അവരുടെ ഒരു ഫംഗ്ഷനാണ് ക്ലെയിം സെറ്റിൽമെന്റ്. പിന്നെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ ഫുൾ ടൈം സപ്പോർട്ട്, ആർക്കാണ് ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നത്? പോളിസി ഹോൾഡേഴ്സിന് അല്ലെ. അവർക്ക് എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അവർക്ക് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ലഭിക്കും. അപ്പൊ അങ്ങനെ ഫുൾ ടൈം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള സേവനങ്ങൾ, ആംബുലൻസോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈസ് പോലുള്ള അഡീഷണൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് TPAനെ പറ്റി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഹെഡിങ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലായിട്ടോ. ഇനി നോക്കാം, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ എക്സാമ്പിൾസ് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന് TPAക്ക് എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. യുണൈറ്റഡ് ഹെൽത്ത് കെയർ TPA പ്രൈവറ്റ് ലിമിറ്റഡ്, മീഡിയ അസിസ്റ്റ് ഇന്ത്യ TPA പ്രൈവറ്റ്, എല്ലാത്തിനും TPA എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. TPA പ്രൈവറ്റ് ലിമിറ്റഡ്, MD ഇന്ത്യ ഹെൽത്ത് കെയർ TPA സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, Paramount Health Services and Insurance TPA Private Limited, E-Meditech TPA Service Limited, and Heritage Health TPA Private Limited, Focus Healthcare Services TPA Private Limited, last one Medicare TPA I Private Limited. അതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടാണ്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനായിട്ട്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് പ്രോസസിംഗ് എ ക്ലെയിം കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്ലെയിം എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇൻഷുറൻസിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇൻഷുറൻസിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് പ്രോസസിംഗ് എ ക്ലെയിം. എങ്ങനെയാണ് ഒരു ക്ലെയിം നമ്മൾ പ്രോസസ് ചെയ്യുന്നത്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു ക്ലെയിം പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇത് വായിക്കാം. ഫസ്റ്റ് വായിച്ചിട്ട് നമുക്ക് പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.
ആദ്യം ഈ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്താ നോക്കിക്കേ, എങ്ങനെയാണ് ഒരു ക്ലെയിം നമ്മൾ പ്രോസസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഓൺ ഒക്കറിംഗ് an unfortunate event, the incident must be informed to your insurance provider. This process is known as raising a claim. എന്താണ് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? റേസിംഗ് എ ക്ലെയിം അല്ലെ. നമ്മളൊരു ക്ലെയിം ഉന്നയിക്കുകയാണ് അല്ലെ. എന്താണ് ക്ലെയിം ഉന്നയിക്കുക? റേസിംഗ് എ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ഒക്കറിംഗ് ആൻ അൺഫോർച്ചുനേറ്റ് ഇവന്റ് അല്ലെ. എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് സംഭവങ്ങൾ ഉണ്ടായി, അതായത് ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനടി തന്നെ ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡറിനെ അറിയിക്കണം അല്ലെ. ഇൻഷുറൻസ് പ്രൊവൈഡർ, അതായത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ ആ ഒരു വിവരം, ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ഇൻഫോം ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റേസിംഗ് എ ക്ലെയിം. എന്താണ്? നമുക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ പരിക്കോ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇൻസിഡന്റ് നമ്മുടെ കമ്പനിയെ എത്രയും പെട്ടെന്ന് അറിയിക്കാം. ആ അറിയിക്കുന്ന പ്രോസസ്സിനെയാണ് റേസിംഗ് എ ക്ലെയിം എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫയലിംഗ് എ ക്ലെയിം അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു, ആ ഒരു അറിയിച്ചു, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ക്ലെയിം നമ്മൾ ഫയൽ ചെയ്യണം അല്ലെ. റെക്കോർഡിക്കലി നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? ഫയൽ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഫയലിംഗ് എ ക്ലെയിം, അത്രേ ഉള്ളൂ പോലെ. ഫയലിംഗ് എ ക്ലെയിം കേട്ടോ. ഫയലിംഗ് എ ക്ലെയിം, ഫില്ലിംഗ് ഓഫ് ക്ലെയിം ഫോംസ് ഓൺ ദ ഇൻഷുറൻസ് വെബ്സൈറ്റ് ഓർ ബ്രാഞ്ച് ഓഫീസർ. ഒന്നില്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസിൽ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്ലെയിം നമ്മൾ ഫയൽ ചെയ്യണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഫയലിംഗ് എ ക്ലെയിം. ആദ്യത്തെ റേസിംഗ് എ ക്ലെയിം, രണ്ടാമത്തത് ഫയലിംഗ് എ ക്ലെയിം. ഇനി മൂന്നാമത്തെ എന്ത് വേണം? Documents that support the authenticity of the claim must also be submitted. ഇനി നമ്മളുടെ ആ ഒരു ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു ക്ലെയിമിന്റെ ഓതന്റിസിറ്റിക്കായിട്ട്, ഓതന്റിസിറ്റി എന്ന് വെച്ചാൽ ആധികാരികത അല്ലെ, അതിന്റെ ഒരു ജെനുവിനിറ്റി അല്ലെ, ആ ഒരു ജെനുവിനിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എന്താ പറയാ, സബ്മിറ്റ് ചെയ്തിരിക്കും അല്ലെ. വെറുതെ നമ്മൾ ക്ലെയിം ചെയ്തുകൊണ്ട് കാര്യമില്ല, നമുക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൂഫ് നമുക്ക് കൊടുക്കണം വേണ്ടേ. അപ്പൊ ആ ഒരു ക്ലെയിമിന്റെ ഓതന്റിസിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം എന്തായിരിക്കും? ഇത് നേരെ ഇവിടേക്ക് എത്തി, കമ്പനിയിലോട്ട് എത്തി അല്ലെ. ഇനി കമ്പനി എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാം? Then the insurance provider, that means insurance company, reviews the claim, evaluating its validity. അല്ലെ, സിമ്പിൾ ആണ് അല്ലെ. കമ്പനി എന്ത് ചെയ്യും? ഈ പറയുന്ന ക്ലെയിം ഒക്കെ പരിശോധിച്ച് അതിനെ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യും അല്ലെ, അവലോകനം ചെയ്യും. എന്നിട്ട് അതിന്റെ വാലിഡിറ്റി അവര് വിലയിരുത്തും അല്ലെ. കറക്റ്റ് ആയിട്ട് നോക്കും. കാരണം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കമ്പനി പരിശോധിക്കും, അതിന്റെ ഒരു വാലിഡിറ്റി അവര് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത എന്തായിരിക്കും? If it fulfills the terms and conditions stated in your policy, the insurer approves the claim. അല്ലെ, ഈ പറയുന്ന നിങ്ങൾ എടുത്തിട്ടുള്ള ആ ഒരു പോളിസി പ്രകാരമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ആ ഒരു ക്ലെയിമിനെ അപ്രൂവ് ചെയ്യും അല്ലെ. ശരിയാണ്, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവരെടുത്തിട്ടുള്ള ആ ഒരു പോളിസി പ്രകാരമുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ആ ഒരു ക്ലെയിമിനെ അപ്രൂവ് ചെയ്യും അല്ലെ, അനുവദിക്കും. ഓക്കെ, അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? Once approved, the insurance company will pay the benefits stated in your policy document. അല്ലെ, അപ്പൊ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം? ഇൻഷുറൻസ് കമ്പനി ആ ഒരു പോളിസി പ്രകാരമുള്ള എല്ലാ ബെനിഫിറ്റുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ, പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ഫോർ ദ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസ് യുവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേ ഔട്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കാം. ഫോർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസ് നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ക്ലെയിമുകൾ ഉണ്ട് അല്ലെ. നമ്മൾ എടുക്കുന്ന പോളിസി പലത് വ്യത്യസ്തമായിരിക്കും. ചിലവർ ഈ പറയുന്ന പോലെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലെ. ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന അങ്ങനെയുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവും. ചിലർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ആയിരിക്കും എടുക്കുന്നുണ്ടാവാം, മറ്റു ചിലർ ചിലപ്പോൾ ആക്സിഡന്റ് പോളിസി ആയിരിക്കും എടുക്കുന്നുണ്ടാവാം. അങ്ങനെ ക്ലെയിമുകൾ പലതും വ്യത്യാസമുണ്ട്. ഇവര് പറയുന്നത് എന്താന്ന് വെച്ചാല് ഫോർ ദ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ ആണെങ്കിൽ, ഒരാൾക്ക് ജീവഹാനിയൊക്കെ സംഭവിച്ചിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ആണെങ്കിൽ യുവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേ ഔട്ട്. നിങ്ങളുടെ ബെനിഫിഷ്യറിക്കായിരിക്കും ആ ഒരു എമൗണ്ട് ലഭിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജോൺ എന്ന് പറഞ്ഞ ഒരാളാണെന്ന് വിചാരിക്കാം. അയാള് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം ഒരു ലക്ഷം രൂപയുടെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് മരണപ്പെടുകയാണ്.
അദ്ദേഹം മരണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ബെനിഫിഷ്യറി. അപ്പൊ ആ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ക്ലെയിം വേണമെങ്കിൽ കമ്പനിക്ക് ചെയ്യാം. ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? ആ ഒരു ക്ലെയിം വേണമെങ്കിൽ ഉന്നയിക്കാം അല്ലെ. കാര്യം ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി ഭാര്യയാണ്. അപ്പൊ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാം? ആ 1 ലക്ഷം രൂപയ്ക്കുള്ള ക്ലെയിം നമുക്ക് കമ്പനിക്ക് കൊടുക്കാം. ഓക്കെ, അതാണ് പറയുന്നത് യുവർ ബെനിഫിഷ്യറി റിസീവ്സ് ദ പേ ഔട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബെനിഫിഷ്യറിക്ക് എന്ത് കിട്ടും? ആ ഒരു എമൗണ്ട് കിട്ടും. ഓക്കെ, ഇനി അതാണ് പേ ഔട്ട്. എന്താണ് പേ ഔട്ട് എന്ന് പറഞ്ഞാല്? അതൊന്ന് മാർക്ക് ചെയ്തിരിക്കുക. അതിന് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. പേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. എ പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി ഗിവൺ ടു എ പോളിസി ഹോൾഡർ when a claim is accepted. Okay, എന്താണ് പേ ഔട്ട് എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദ സം ഓഫ് ദ മണി ഗിവൺ ടു എ പോളിസി ഹോൾഡർ when a claim is accepted. കേട്ടോ, ഒരു ക്ലെയിം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന ആ ഒരു തുകയുണ്ടല്ലോ, ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണി, അതിനെയാണ് നമ്മൾ പേ ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റേസിംഗ് എ ക്ലെയിം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫയലിംഗ് എ ക്ലെയിം. മൂന്നാമത് നമ്മൾ എന്താ ചെയ്തത്? ക്ലെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു. നാലാമത് എന്താണ് നടക്കുന്നത്? കമ്പനി അതിന്റെ വാലിഡിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നു. അഞ്ചാമത് കമ്പനി അത് ടേംസ് ആൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ക്ലെയിമിനെ അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാലോ ആ ഒരു എമൗണ്ട് അവർക്ക് പോളിസി ഹോൾഡറിന് കൊടുക്കാം. ഓക്കെ, കേട്ടോ. അത്രയും വരെ മനസ്സിലായല്ലോ? അത്രയും വരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അത് എളുപ്പമുള്ള കാര്യമാണ് കേട്ടോ. ഇനി നോക്കിക്കേ, the insurer might be ready to provide an upfront lump sum amount or it might stagger the payout as a regular payments depending on the terms of your policy. അതായത് ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് പേ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. കമ്പനി ആ ഒരു എമൗണ്ട് പോളിസി ഹോൾഡർക്ക് കൊടുക്കാം, പേ ഔട്ട് ചെയ്യാം. ഈ പേ ഔട്ട് 2 രീതിയിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒരു കമ്പനിക്ക് ഈ ഒരു പേ ഔട്ട് 2 രീതിയിൽ ചെയ്യാമെന്ന്. ഏതൊക്കെയാണ് 2 രീതി പറയുന്നത്? The insurer might be ready to provide an upfront lump sum amount. Lump sum grant എന്നൊക്കെ കേട്ടിട്ടില്ലേ? lump sum amount എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ തവണയായിട്ട് കൊടുക്കുകയാണ്. അതായത് ഇൻസ്റ്റാൾമെന്റ് ഒന്നുമല്ല, ഉള്ള തുക എത്രയാണോ അത് ഒറ്റ തവണയായിട്ട് ആ ഒരു ഫുൾ എമൗണ്ട് ആയിട്ട് lump sum amount ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, lump sum എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് കേട്ടോ. ആ രീതിയിൽ വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? പോളിസി ഹോൾഡർക്ക് പണം നൽകാം, പേ ഔട്ട് ചെയ്യാം. പിന്നെ എന്താണ് പറയുന്നത്? ഓർ ഇറ്റ് മൈറ്റ് സ്റ്റാഗർ ദ പേ ഔട്ട് ആസ് എ റെഗുലർ പേയ്മെന്റ്. അല്ലെങ്കിൽ നമുക്ക് പേ ഔട്ട് എങ്ങനെ ചെയ്യാം? റെഗുലർ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. ജോണിന്റെ 1 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം എടുത്തിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടാൽ ആ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ലഭിക്കും. അപ്പൊ 2 രീതിയിൽ വേണമെങ്കിൽ അത് പേ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ആ ഒരു ഫുൾ എമൗണ്ട്, ആ 1 ലക്ഷം എമൗണ്ട് ഫുൾ ആയിട്ട് ഭാര്യയ്ക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ആ 1 ലക്ഷം എന്നുള്ളത് ഒരു മാസത്തിൽ ഒരു 2000 രൂപ വെച്ച് ഒരു റെഗുലർ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് തീരുമാനിക്കുന്നത് ആ ഒരു പോളിസിയുടെ നേച്ചർ അനുസരിച്ചിട്ടാണ്. ആ പോളിസിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോളിസിയിൽ പറയാണ് ഇവർക്ക് ഒരു ലംസം എമൗണ്ട് ആയിട്ട് കൊടുക്കണം എന്നാണ് പോളിസിക്കകത്തുള്ളതെങ്കിൽ ലംസം എമൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കണം. ഇനി അതല്ല, ആ പോളിസിക്കകത്ത് കൃത്യമായിട്ട് ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് റെഗുലർ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ മതി എന്നാണ് ആ പോളിസിക്കകത്തുള്ളതെങ്കിൽ ആ രീതിയിൽ പേ ചെയ്യാം. മനസ്സിലായോ? സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിക്ക് പേ ഔട്ട് 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് ഒറ്റ തവണയായിട്ട് ഫുൾ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാം. അതല്ലെങ്കിൽ അത് ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ റെഗുലർ പേയ്മെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, the time insurers take to confirm and pay the insured sum differ on a case to case basis. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ക്ലാസ്? ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നില്ലല്ലോ? കഴിയൂ കേട്ടോ, പിന്നെ തീർക്കാതെ. നോക്കിക്കേ, the time insurers take to confirm and pay the insured sum differ on a case to case basis. കേട്ടോ. ഇനി ഒരു ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് പൈസ കൊടുക്കണം അല്ലെ, പേ ഔട്ട് ചെയ്യണം. ഈ പേ ഔട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് പറയുന്നത്? ദാറ്റ് ഡിഫർ ഓൺ എ കേസ് ടു കേസ് ബേസിസ്. കേട്ടോ. ഓക്കെ, അതായത് ഓരോ കേസിനനുസരിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര എമൗണ്ട് കൊടുക്കണം, എമൗണ്ട് എത്രയാണെന്ന് കൺഫേം ചെയ്യുന്നതും അത് ഏത് രീതിയിൽ കൊടുക്കണം, എത്ര സമയം കൊണ്ട് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ ഒരു കേസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ക്ലെയിം സെറ്റിൽമെന്റ് ടേക്സ് ഓൺലി എ ഫ്യൂ ഡേയ്സ് ഇഫ് ഡോക്യുമെന്റ്സ് ആർ ഇൻ ഓർഡർ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം പ്രോപ്പർ ആണ്, ഓർഡർ ആണെങ്കിൽ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ അധികം താമസമൊന്നും നമുക്ക് വരില്ല. എളുപ്പം തന്നെ കാര്യങ്ങൾ ഓക്കെ ആയിക്കോളും. ഓക്കെ, അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ടു മേക്ക് ഷുവർ ദാറ്റ്
Claims are disbursed without delay. In case of necessity, you must look into the insurance trustworthiness and customer service record before buying insurance. അപ്പോ നമ്മളൊരു പോളിസി ഹോൾഡേഴ്സ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു അത്യാവശ്യ സമയത്ത് അധികം താമസിക്കാതെ നമുക്ക് ക്ലെയിം സെറ്റിൽമെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ വിശ്വാസ്യത നമ്മൾ പരിശോധിക്കണം, അല്ലെ? നമ്മളത് ഉറപ്പാക്കണം. കാര്യം നമ്മളാണ് പോളിസി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള കമ്പനി ഏതാണ്, അതിന്റെ ഒരു വിശ്വാസ്യത നമ്മൾ എപ്പോഴും പരിശോധിച്ചിരിക്കണം. അത് മാത്രമല്ല കസ്റ്റമർ സർവീസ് റെക്കോർഡും നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മളായാലും ഒരു ഓൺലൈനിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ ഓടിപ്പോയി വാങ്ങുകയാണ് ചെയ്യാം, അല്ല? നമ്മളിപ്പോ ഡ്രസ്സ് തന്നെ ഓൺലൈനിൽ വാങ്ങും, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കുറെ റിവ്യൂസ് ഒക്കെ നമ്മൾ നോക്കും, അല്ലെ? നമ്മൾ കറക്റ്റ് ആയിട്ട് നല്ലൊരു എന്താ പറയാ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, അല്ലെ? പിന്നെ നമ്മൾ എന്താ നോക്കുക? റിവ്യൂ നോക്കൂ, അല്ലെ? കസ്റ്റമേഴ്സിന്റെ മറ്റുള്ള റിവ്യൂസ് ഒക്കെ നമ്മൾ നോക്കും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ നിന്ന് വാങ്ങുള്ളൂ. അതുപോലെ തന്നെയുള്ളൂ ഈ കാര്യം. അതായത് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കൊരു അത്യാവശ്യ സമയത്ത് പൈസ കിട്ടണം, അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ പോളിസി എടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു കമ്പനിയുടെ വിശ്വാസ്യത നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ആളുകളുണ്ടായിരിക്കുമല്ലോ, ആ ഒരു കസ്റ്റമേഴ്സിന്റെ സർവീസ് റെക്കോർഡ് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. To make sure that claims are disbursed without delay, in case of necessity, you must look into the insurer's trustworthiness. Okay, and customer service record before buying the insurance. Clear ആണല്ലോ? അടുത്തത് എന്താ പറയുന്നത്? Nevertheless, if it is necessary, that you must reveal all details about your health and lifestyle habits to your insurer when you buy insurance. Okay, the insurer can reject the claims on your policy if you conceal or mistake any factor. അത് വേറൊന്നുമല്ല, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കമ്പനിയോട് നമ്മുടെ ഹെൽത്തിനെ പറ്റി, നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കമ്പനിയെ അറിയിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹോണസ്റ്റ് ആയിരിക്കണം, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലികൾ, ചിലവരിപ്പോ നമ്മൾ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ വല്ല ഡ്രിങ്കിങ്ങോ അങ്ങനെയൊക്കെയുള്ള ഹാബിറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ആ ഒരു കമ്പനിയുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻഷുറൻസിന്റെ അടുത്ത് നമ്മളത് വെളിപ്പെടുത്തിയിരിക്കണം, അതായത് നമ്മളത് പറഞ്ഞിരിക്കണം. കാര്യം എന്താണെന്നറിയോ? നമ്മൾ അങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഫേക്ക് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ആ ക്ലെയിം വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. ഓക്കെ, ആ ക്ലെയിം വേണമെങ്കിൽ ഒന്നുകിൽ റിജക്ട് ചെയ്യോ ക്യാൻസൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് the insurer can reject the claims on your policy if you conceal എന്ന് വെച്ചാൽ മറച്ചു വെക്കുക കേട്ടോ, or mistake any fact. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും എന്താ പറയാ ഒളിച്ചു വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ആ പോളിസി വേണമെങ്കിൽ റദ്ദാക്കാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ട്. ക്ലെയിം വേണമെങ്കിൽ അവർക്ക് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു എപ്പോഴും വളരെ ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കാം, വളരെ ട്രാൻസ്പാരന്റ് ആയിട്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻഷുററെ അറിയിക്കാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ അത് ശ്രദ്ധിക്കും. ഓക്കെ, ഇത്രയുള്ളൂ, അത്രയായിക്കോട്ടെ ക്ലെയിം പ്രോസസ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാക്കുന്നത് കേട്ടോ. റേസിംഗ് എ ക്ലെയിം, ഫയലിംഗ് എ ക്ലെയിം, പിന്നെ അഡീഷണൽ സപ്പോർട്ടഡ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു, കമ്പനി നോക്കുന്നു, വാല്യുവേറ്റ് ചെയ്യുന്നു, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കും. ഇത്രയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ പിക്ചർ ആണെന്ന് ജസ്റ്റ് പറയാനുള്ളത്. പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. നോക്കാം പ്രോസസ്സിംഗ് കേട്ടോ. ആദ്യം നമ്മളൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടാണ് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്. ബജാജ് അലയൻസ് എന്ന് വേണമെങ്കിൽ ഇല്ലാട്ടോ, ഏത് വേണമെങ്കിലും ആവാം. കമ്പനിയുടെ ഒരു പേര് വരുന്നത് ബജാജ് അലയൻസ് വെച്ചൊന്നും ആക്കാം കേട്ടോ. ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസിന്റെ ഒരു പിക്ചോറിയൽ ആയിട്ടുള്ള കുട്ടിയാണ്, സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ആദ്യത്തെ നോക്കിയ ചിത്രം നോക്കിയത് കസ്റ്റമർ ആണ് കേട്ടോ, അതിൽ കസ്റ്റമർ ആണ്. നോക്കുക, കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കേട്ടോ. കസ്റ്റമർ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെടുകയാണ് അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പലതവണയായി പറയുന്നു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? കമ്പനി നേരിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് ബില്ലുകള് തീർക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ കമ്പനി ഡയറക്റ്റ് ആണ് കേട്ടോ. അവിടെ പേഷ്യന്റിന് കയ്യിൽ പോക്കറ്റിൽ പൈസ ഒന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കസ്റ്റമർ എന്ത് ചെയ്യാണ്? ഹോസ്പിറ്റലുമായിട്ട് സമീപിക്കുകയാണ്.
ഇപ്പൊ ഹോസ്പിറ്റലാണ് ഇനി അടുത്ത റോൾ ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ ഫീച്ചർ കണ്ടോ? ഹോസ്പിറ്റൽ എന്താ ചെയ്യാ? ഹോസ്പിറ്റൽ വെരിഫൈസ് ഇത് കുഞ്ഞാക്കിട്ട് എഴുതിയേക്കണേ, എനിക്കിത് കാണാനും കൂടെ പറ്റണില്ല. നോക്കട്ടാ. ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓത്ത് ബൈ ഫാക്സ് കേട്ടോ. അതായത് ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് അവര് വെരിഫൈ ചെയ്യും അല്ലെ, ഇതാരെ നോക്കി കണ്ടിട്ട്. ആൻഡ് സെൻഡ് ദ പ്രീ ഓത്ത് ബൈ ഫാക്സ്. പ്രീ ഓത്ത് എന്ന് വെച്ചാൽ പ്രീ ഓതറൈസേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. പ്രീ ഓതറൈസേഷൻ അല്ലെങ്കിൽ പ്രീ സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം അത് എന്ത് ചെയ്യും? ഫാക്സ് വഴിയായിട്ട് അയക്കും. ആർക്കായിരിക്കും അയക്കുന്നുണ്ടാവാം? ഹോസ്പിറ്റൽ ആർക്കായിരിക്കും അയക്കുന്നുണ്ടാവാം? കമ്പനിക്കായിരിക്കും അയക്കുന്നുണ്ടാവാം അല്ലെ. അപ്പൊ കമ്പനി കസ്റ്റമർ ഹോസ്പിറ്റലിന്റെ അടുത്ത് വരുന്നു, ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വ്യക്തിയുടെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ചുകൊണ്ട് ആ ഒരു പ്രീ ഓതറൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രീ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഇൻഷുറൻസ് കമ്പനിക്ക് ഫാക്സ് അയക്കാണ് അല്ലെ, ഫാക്സ് വഴിയായിട്ട് മെസ്സേജ് ചെയ്യാണ്. അപ്പൊ നേരെ അത് എവിടേക്കായിരിക്കും പോകുന്നുണ്ടാവാം? കമ്പനിയിലോട്ടായിരിക്കും പോകുന്നുണ്ടാവാം. അടുത്തത് നോക്കിക്കേ, കമ്പനി ഏതാണ്? നമ്മുടെ ബജാജ് അല്ലെ. അപ്പൊ നോക്കിക്കേ, ബജാജ് അലയൻസ് വെരിഫൈസ് പ്രീ ഓത്ത് ഡീറ്റെയിൽസ് വിത്ത് പോളിസി ബെനിഫിറ്റ്സ് ആൻഡ് സെൻഡ്സ് റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ, ബജാജ് അലയൻസ് എന്താ ചെയ്യാം? ഈ പറയുന്ന ഫാക്സ് വഴി വന്ന് ഈ പ്രീ ഓതറൈസേഷൻ ഡീറ്റെയിൽസ് അവര് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് അതുപോലെ തന്നെ പോളിസിയുടെ ബെനിഫിറ്റുകളൊക്കെ അവര് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ഹോസ്പിറ്റലിന്റെ അടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അല്ലെ, റെസ്പോണ്ട് ചെയ്യും തിരിച്ച്. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് 3 രീതിയിലാവാം അല്ലെ, 3 രീതിയിലാവാം റെസ്പോൺസ്. ഒന്നില്ലെങ്കിൽ അപ്രൂവ്ഡ് ആവാം അല്ലെ, ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? അപ്രൂവ് ചെയ്യും. അതാണ് ഒരു റെസ്പോൺസ്. രണ്ടാമത്തെ എന്താ ആവാം? ഡിനൈൽ ആവാം. ഡിനൈൽ എന്ന് വെച്ചാൽ എന്താണ്? വേണ്ടാന്ന് വെക്കാം, അതായത് ആ ക്ലെയിം അപ്രൂവ് ചെയ്തില്ല, അത് നിഷേധിക്കാം, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിലോ ക്വറി. ക്വറി എന്ന് വെച്ചാൽ എന്താണ്? അന്വേഷണം. അതെ, കറക്റ്റ് ആണ്. ഡിനൈൽ എന്ന് വെച്ചാൽ റിജക്ട് ചെയ്യാം അല്ലെ, അപ്പൊ റിജക്ട് ചെയ്യാം. പിന്നെ വരുന്ന ക്വറി. ക്വറി എന്ന് വെച്ചാൽ അന്വേഷണമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും കമ്പനിക്ക് തോന്നുന്നത് കമ്പനി ഒരു കൂടുതൽ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 3 സാഹചര്യങ്ങളാണ് റെസ്പോൺസിൽ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് അവര് പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അപ്രൂവ്ഡ് ആണെങ്കിൽ, ഓക്കെ, അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി അടുത്ത സ്റ്റെപ്പുകൾ എന്തായിരിക്കും? അപ്രൂവ്ഡ് ആണെങ്കിൽ നേരെ നോക്കിയതാണ് അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ് അല്ലെ. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? അപ്രൂവൽ ലെറ്റർ ആർക്കയക്കും? ഹോസ്പിറ്റലിന് അയക്കും. അപ്പൊ ഹോസ്പിറ്റൽ എന്താ ചെയ്യാം? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ് ആൻഡ് പ്രൊവൈഡ്സ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കേട്ടോ. ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും അല്ലെ, വിത്തൗട്ട് എനി ഡെപ്പോസിറ്റ്. പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ഒന്നും ഈടാക്കാതെ തന്നെ പേഷ്യന്റ് ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ ഡെപ്പോസിറ്റ് ഒന്നും കൂടാതെ അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലാസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഇനി പേഷ്യന്റ് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് പേ ദ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് കേട്ടോ. മെഡിക്കൽ അല്ലാത്ത എക്സ്പെൻസുകൾ മാത്രം ആര് കൊടുത്താൽ മതി? പേഷ്യന്റ് കൊടുത്താൽ മതി. മെഡിക്കൽ എക്സ്പെൻസസ് അല്ല, അല്ലാതെ ഉള്ളത് ഇപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷനോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കോ മൊബൈൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് അങ്ങനെയൊക്കെ വരാമല്ലോ, പാർക്കിംഗ് ഫീസ് അങ്ങനെയുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസ് അത് മാത്രം പേഷ്യന്റ് കൊടുത്താൽ മതി കേട്ടോ. ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ദ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നോൺ മെഡിക്കൽ എക്സ്പെൻസസും കോ പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ ഈ ഒരു മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടല്ലോ അതിന് ചിലപ്പോൾ ചെറിയൊരു ഭാഗം പേഷ്യന്റ് അടക്കേണ്ടി വരും. അത് മുഴുവൻ വേണ്ട, ചെറിയൊരു ഭാഗം ചിലപ്പോ പേഷ്യന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് പോളിസിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഓക്കെ, അതാണ് കോ പേയ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് മെഡിക്കൽ എക്സ്പെൻസിന്റെ തന്നെ ചെലവ് വരുമല്ലോ, അതിന്റെ ഒരു ചെറിയ ശതമാനം ചിലപ്പോ പേഷ്യന്റ് എടുക്കേണ്ടതായിട്ട് വരും. അത് പോളിസിക്ക് അനുസരിച്ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് മാത്രം ആര് കൊടുത്താൽ മതി? പേഷ്യന്റ് കൊടുത്താൽ മതി. നമ്മൾ ഈ പറഞ്ഞത് അപ്രൂവ് ചെയ്തിട്ടുള്ള കേസാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ഡിനൈൽ ആണ് അല്ലെ, റിജക്ഷൻ ആണ്. റിജക്ഷൻ വന്നാൽ പിന്നെ എന്താ ചെയ്യാം? ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ് അല്ലെ. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? ആ ഒരു റിജക്ഷൻ ലെറ്റർ, ഡിനൈൽ ലെറ്റർ ഹോസ്പിറ്റലിലോട്ട് വിടും. അപ്പൊ ഹോസ്പിറ്റൽ എന്താ ചെയ്യാം? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേയ്മെന്റ്, ക്യാഷ് പേഷ്യന്റ് ആൻഡ് പേഷ്യന്റ് ഹാസ് ടു പേ ദ ബില്ല്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും അല്ലെ, അത് പറഞ്ഞേക്കില്ല, അഡ്മിറ്റ് ചെയ്യും. ക്യാഷ് കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യും അല്ലെ. ആ ഒരു പേഷ്യന്റ് തന്നെ ബില്ല് പേ ചെയ്യണം എന്നുള്ള വ്യവസ്ഥയിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ പേഷ്യന്റിന് ലാസ്റ്റ് എന്ത് ചെയ്യാം? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ് അല്ലെ. റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യാം?
ക്ലെയിം ചെയ്യാം അല്ലെ. കാര്യം ആ സമയത്ത് റീഇംബേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണം. പക്ഷെ കറക്റ്റ് ബില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ബില്ലും ഇതൊക്കെ വെച്ച് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ ആ ഒരു ഇതൊക്കെ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ചെലവായ പൈസ നമുക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, അതാണ് റീഇംബേഴ്സ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രണ്ട് സാഹചര്യം മനസ്സിലായില്ലേ? പിന്നെ മൂന്നാമതൊരു സാഹചര്യം എന്താ പറഞ്ഞത്? ക്വറി ആണ് അല്ലെ, അന്വേഷണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്വറി ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ക്വറി ലെറ്റർ ആയിരിക്കും ഹോസ്പിറ്റലിലോട്ട് അയക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഫാക്സസ് ദ റിപ്ലൈ ഫോർ ദ ക്വറീസ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിനോട് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അവരന്വേഷിച്ച കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ അവര് കൊടുക്കും അല്ലെ. ഡോക്ടർമാരുമായിട്ട് കൂടി ആലോചിച്ച് പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ പറ്റിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിന്റെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടാവാം. സോ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ അവര് തിരിച്ചെന്ത് ചെയ്യുന്നു? ഫാക്സ് ചെയ്യുന്നു കണ്ടോ, തിരിച്ചിങ്ങോട്ട് ഫാക്സ് ചെയ്യുന്നു. വീണ്ടും ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിക്ചർ ക്ലിയർ ആയോ? പിക്ചർ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എടുത്തോളൂ, ഏത് മനസ്സിലായില്ലേ? ഓക്കെ ആണല്ലോ. അത് പിന്നെ നമുക്ക് ഇനി ഇത്രയും മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെറിയൊരു ഭാഗം കൂടെ ഉള്ളൂ കേട്ടോ. ഏതാണെന്നറിയോ? ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഓർ മാനേജർ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ആരുടെയാണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസും കൂടെ നമുക്ക് ഇനി പഠിക്കാനുള്ളൂ കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. TPA എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് അല്ല ലക്ഷ്മി, അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ചില അങ്ങനെ എക്സാമ്പിൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കതുപോലെ ചില ഇമ്പോർട്ടന്റ് ഇൻഷുറൻസ് ഫേംസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിളുകൾ, അങ്ങനത്തെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന്റെ എക്സാമ്പിൾ, TPA ഒക്കെ അത് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഈ കണ്ടാൽ തന്നെ പേടിക്കൊന്നും വേണ്ട. TPA എഴുതിയിട്ടുണ്ടാവും, TPA എഴുതിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തീർത്തിട്ട് വലിയൊരു ചാപ്റ്റർ നമുക്ക് തുടങ്ങാം, ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. അത് നമുക്ക് തുടങ്ങാം കേട്ടോ. നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചോ? ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH പഠിച്ചോ? NAB ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചില്ലേ? ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചിട്ടില്ല അല്ലെ? ഓക്കെ, എടുക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. അതിന്റെ ഒരു ബന്ധുവായിട്ട് വരും ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. അവര് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH ഉണ്ടല്ലോ, അതിന്റെ തന്നെ ഒരു വേറൊരു റിലേറ്റീവ് ആയിട്ട് വരും ക്വാളിറ്റി മാനേജ്മെന്റ്. ഏകദേശം ഒരേപോലത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ഞാനത് ചോദിച്ചു, അഷ്വറൻസ് പഠിച്ചോന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റ് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അയ്യോ, അൺമ്യൂട്ട് ചെയ്യാനേ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. ക്ലിയർ ആണ്? അപ്പൊ ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ. കാണുന്നുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.